ഹലോ മക്കളെ, 8ാം ക്ലാസ്സിലെ എല്ലാ സംസ്കൃത മുത്തുമണികൾക്കും ഒരു പുതിയ ഫ്രഷ് ആയിട്ടുള്ള സ്റ്റാർട്ടിങ്ങിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് 8ാം ക്ലാസ്സിലെ സംസ്കൃതം ടെക്സ്റ്റ് ബുക്കിലെ യൂണിറ്റ് 2-ലെ അല്ലെ 2ാം ഏകകത്തിലെ 2ാമത്തെ ചാപ്റ്റർ, അതായത് 5ാമത്തെ പാഠമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഡോക്ടർ പ്രസാദ് മാഷാണ്. അപ്പൊ നമ്മളിതാ ധീരോദൂതഃ എന്ന് പറയുന്ന ആ മനോഹരമായ 5ാമത്തെ പാഠത്തിലേക്ക് കടക്കുകയാണ്. അപ്പോ പഞ്ചമം പാഠം അല്ലെ, പഞ്ചമം അധ്യായം. എന്താണ് ഇതിന്റെ പേര്? ധീരോദൂതഃ. ധീരോദൂതഃ. ദൂതഃ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? നിങ്ങൾക്ക് അറിയാലോ, ദൂതന്മാർ അല്ലെ, മെസ്സഞ്ചർ ആണ്. മെസ്സഞ്ചർ ധീരന്മാരാണ്, ധീരനായ ദൂതൻ. അപ്പോ വളരെ ധൈര്യമുള്ള, അഡ്വഞ്ചറസ് ആയ, വളരെ എന്താ പറയാ, സാഹസികനായ, ധൈര്യമുള്ള ഒരു ദൂതന്റെ കഥയായിരിക്കും നമ്മുടെ ഈ 5ാമത്തെ അധ്യായം, 5ാമത്തെ പാഠം. ഇത് എന്താണിത്? ഇത് നാടകമാണ്. നാടകമാണ്. ധീരോദൂതഃ എന്ന് പറയുന്നത് ഒരു നാടകമാണ്. അപ്പൊ നമുക്ക് നോക്കാം. നമുക്ക് നേരെ വേഗം തന്നെ എങ്ങോട്ട് പോവാം? മനോഹരമായ ഒരു പിക്ചർ ഒക്കെ കൊടുത്തിട്ടുണ്ട് അല്ലെ, നല്ല രസമായിട്ടുള്ള ഒരു നാടകത്തിന്റെ ഒരു സ്റ്റേജിന്റെ ഒരു രാജാവ് അവിടെ ഉണ്ട്, ഒരു മന്ത്രി ഉണ്ട് അല്ലെ, ഒരു വിദൂഷകനുണ്ട്, ഒരു പിക്ചർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നോക്കിയേ മക്കളെ, തുടങ്ങുന്നതിന് മുമ്പ് എന്താ പറയുന്നത് അവിടെ? പ്രവേശകം. നമ്മൾ കാലെടുത്ത് പ്രവേശിക്കാൻ പോകണം, എൻട്രി ചെയ്യാൻ പോകണം. അതിനു മുമ്പ് എന്തോ നമ്മളോട് പറയാനുണ്ട്. എന്താ നമ്മളോട് പറയുന്നത്? സംസ്കൃതോത്സവേഷു ബഹവ്യഃ പ്രതിയോഗിതാഃ സന്തി. സംസ്കൃതോത്സവങ്ങൾ അല്ലെ, നമുക്ക് കലോത്സവങ്ങളുണ്ട്, സംസ്കൃതോത്സവങ്ങളുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, പങ്കെടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ സംസ്കൃതോത്സവങ്ങളിൽ ബഹവ്യഃ ഒരുപാട്, വളരെയധികം, കുറെ എന്തുണ്ട്? പ്രതിയോഗിതാഃ, കോമ്പറ്റീഷൻസ്, മത്സരങ്ങൾ അല്ലെ. പ്രതിയോഗിതാഃ സന്തി. സംസ്കൃതോത്സവങ്ങളിൽ ഒരുപാട് മത്സരങ്ങൾ, കോമ്പറ്റീഷൻസ് ഉണ്ട്. തത്ര നാടകസ്യ പ്രമുഖം സ്ഥാനമസ്തി. അങ്ങനെയുള്ള ആ കോമ്പറ്റീഷൻസിൽ, ആ സംസ്കൃതോത്സവത്തിലെ മത്സരങ്ങളിൽ നാടകത്തിൻ്റെതായിട്ടൊരു പ്രമുഖമായ സ്ഥാനമുണ്ട്. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, മഹത്വമുള്ള, ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്ലേസ്, ഒരു സ്പേസ് ആർക്കുണ്ട്? നാടകത്തിനുണ്ട്. ഡാൻസിനുണ്ട്, പാട്ടിനുണ്ട്, കവിതയ്ക്കുണ്ട്, കഥയ്ക്കുണ്ട്. അതുപോലെ നാടകത്തിനും ഫെസ്റ്റിവലിൽ ഒരു ഇമ്പോർട്ടന്റ് ആയ, കലോത്സവത്തിൽ, ആർട്സ് ഫെസ്റ്റിവലിൽ ഒരു ഇമ്പോർട്ടന്റ് ആയ സ്ഥാനമുണ്ട്. ഭവദ്ഭിഹി കാനി നാടകാനി ദൃഷ്ടാനി സന്തി. നിങ്ങളും കണ്ടിട്ടുണ്ടാവുമല്ലോ, കുറെ നാടകങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഭാസസ്യ നാടകാനി പരിചിതാനി വാ. നിങ്ങള് ഭാസന്റെ നാടകങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പൊ നമുക്ക് ഒരു വാക്ക് ഇവിടെ പഠിക്കാനുള്ളത് എന്താണ്? ഭാസ. ഭാസ എന്ന് പറയുന്ന ഒരു നാടകകൃത്ത്, എഴുത്തുകാരന്റെ, നാടകം എഴുതുന്ന ആളുടെ പേര് നമ്മളിവിടെ പഠിക്കുകയാണ് കേട്ടോ. ഭാസ. അപ്പോ BHASA, ഭാസ. BHASA, ഭാസ. ഭാസ എന്ന് പറയുന്ന ഒരു നാടകകാരന്റെ പേര് നമ്മൾ പഠിക്കുകയാണ്. അപ്പൊ ഭാസന്റെ നാടകങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഭാസഃ. പിന്നെന്താ പറയുന്നത്? ഭാസഃ, കാളിദാസഃ, ഭവഭൂതിഃ ഇത്യാദയഃ പ്രസിദ്ധാഃ നാടകകാരാः ഭവന്തി. ഭാസൻ, കാളിദാസൻ, ഭവഭൂതി മുതലായ ഫേമസ് ആയ നാടകക്കാര് ഉണ്ട്. നിങ്ങൾക്ക് അറിയാമോ എന്നാണ് ചോദിക്കുന്നത്. ഭാസനുണ്ട്, കാളിദാസനുണ്ട്, ഭവഭൂതി ഉണ്ട് അല്ലെ. ഫേമസ് ആയ ഡ്രാമ റൈറ്റേഴ്സ് ആണ്. അത്രയുമാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. നമ്മൾ അതിൽ നിന്ന് ഭാസന്റെ പേര് പഠിക്കുന്നു. ഉടനെ നമ്മൾ അടുത്ത പേജിലേക്ക് പോകുന്നു. അടുത്ത പേജിൽ എന്താണ്? ആമുഖം. ആമുഖത്തിൽ എന്താ പറയുന്നത്? ഇൻട്രൊഡക്ഷനിൽ എന്താ പറയുന്നത്? നോക്കിയേ. സംസ്കൃത നാടകകാരേഷു പ്രമുഖ ഭവതി മഹാകവി ഭാസഃ. നേരത്തെ പറഞ്ഞ ഭാസനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സംസ്കൃത നാടക എഴുത്തുകാരിൽ പ്രമുഖനാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആര്? ഭാസൻ. ഭാസൻ ആരാണ്? മഹാകവി. മഹാകവിയാണ് ഭാസൻ. മഹാകവിയായ ഭാസൻ സംസ്കൃത നാടകകാരന്മാരിൽ വളരെ പ്രമുഖനാണ്. തേന ത്രയോദശ നാടകാനി വിരചിതാനി സന്തി. അദ്ദേഹം, ഈ ഭാസൻ, എത്ര നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്? 13 നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. തേഷു അന്യതമം ഭവതി ദൂതഘടോത്കജം. അപ്പൊ നമ്മളുടെ ഈ ചാപ്റ്ററിന്റെ പേര് ധീരോദൂതഃ എന്നാണല്ലോ. ഇപ്പൊ പറയാണ്, ഭാസൻ എഴുതിയ 13 നാടകങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നാടകമാണ് ദൂതഘടോത്കജം. അപ്പോ ദൂതഘടോത്കജത്തിലും ദൂതനുണ്ട്, നമ്മുടെ ചാപ്റ്ററിന്റെ പേരായ ധീരോദൂതനിലും ദൂതനുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ആ ദൂതഘടോത്കജം എന്നുള്ള നാടകത്തിൽ നിന്നും എടുത്തതാണ് നമ്മളുടെ ഈ പാഠം. അപ്പൊ എത്ര വാക്കുകൾ അതിൻ്റെ അകത്തുണ്ട്? ദൂത,
എന്ന് പറഞ്ഞാല് മെസ്സഞ്ചർ, അതായത് എന്റെ സന്ദേശം വേറൊരാളടുത്തേക്ക് കൊണ്ടുപോകുന്ന ആളാണ് ദൂതൻ. നമ്മളിപ്പോ വാട്സപ്പിൽ മെസ്സേജ് അയക്കില്ലേ, ഒരു മെസ്സേജ് അയച്ചാൽ വാട്സപ്പ് തന്നെ ആ മെസ്സേജ് അവിടെ എത്തിക്കും, മൊബൈലിൽ അവിടെ എത്തിക്കും. പണ്ട് അങ്ങനെയല്ല, പണ്ട് വാട്സപ്പില്ലല്ലോ. പണ്ട് എന്ത് ചെയ്യും, ഒരു രാജാവിന് വേറൊരു രാജാവിന് മെസ്സേജ് അയക്കാനുണ്ടെങ്കിൽ അതൊരു പേപ്പറിൽ എഴുതിയിട്ട് ഒരാളുടെ കയ്യിൽ കൊടുത്തേക്കും, അല്ലെങ്കിൽ ഒരാളോട് പറഞ്ഞിട്ട് അയാളോട് പോയി പറയും. അങ്ങനെ ഒരു രാജാവിന് പറയാനുള്ളത് ഒരാൾ നടന്നു പോയിട്ട് അടുത്ത രാജ്യത്തെ രാജാവിനോട് വായ കൊണ്ട് പറയുന്ന ആളിനെ വിളിക്കുന്നതാണ് മെസ്സഞ്ചർ, സന്ദേശവാഹകൻ, ദൂതൻ. അപ്പോ ദൂതനായ ദൂത ഘടോത്കചം. അപ്പോ രണ്ട് വാക്ക്, ഘടോത്കചം കണ്ടോ, ഘട ഉത്കജം, ഘടോത്കജം. അപ്പൊ രണ്ട് വാക്കാണ്. ഈ ഘടോത്കചൻ ആരാണ്? ഘടോത്കചൻ GH ഘ TO ഘടോ, ഘടോത്ത് TKACH ഘടോത്കച. ആരാണ് ഈ ഘടോത്കച? ഘടോത്കച ആരാണെന്ന് നമ്മൾക്ക് പറഞ്ഞുതരാം, മെല്ലെ പറയാം. ബാക്കി നോക്ക്. കൗരവ ഭവനേ ഘടോത്കജസ്യ ദൂതപ്രസ്തുതിരേവ നാടകസ്യാസ്യ പ്രതിപാദ്യ വിഷയ. ഈ നാടകത്തിന്റെ, നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ കുഞ്ഞു ഡ്രാമയുടെ തീം എന്താണ്? ഘടോത്കജന്റെ ദൂതപ്രസ്തുതിരേവ, മെസ്സഞ്ചർ ആയിട്ട് എങ്ങോട്ട് പോകുന്നു? കൗരവ ഭവനെ. ആരാണ് മക്കളെ കൗരവർ? നിങ്ങൾ മഹാഭാരതം എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മളുടെ ഭാരതം, ഈ രാജ്യത്ത് നടന്ന സംഭവങ്ങളെ നമ്മൾ ഇതിഹാസം എന്ന് വിളിക്കും. ഇവിടെ രണ്ട് ഇതിഹാസങ്ങൾ പ്രധാനമായിട്ടുണ്ട്. ഒന്ന് രാമായണം, പിന്നെ ഒന്ന് മഹാഭാരതം. അപ്പൊ രാമായണം നിങ്ങൾക്കറിയാം, ഉത്തർപ്രദേശിലെ അയോധ്യയിലെ ശ്രീരാമന്റെ കഥയാണ്. അതുപോലെ മഹാഭാരതം ശ്രീകൃഷ്ണന്റെ കഥയാണ്. അപ്പൊ മഹാഭാരതത്തില് മെയിൻ ആയിട്ട് കൗരവരെന്നും പാണ്ഡവരെന്നും പറയുന്ന രണ്ട് ടീമുണ്ട്. ഇവർ ബന്ധുക്കളാണ്, സഹോദരന്മാരാണ്. പക്ഷെ ഇവര് രണ്ടുപേരുടെയും സ്വഭാവത്തിലെ പ്രശ്നങ്ങൾ കാരണം അടിയായി, യുദ്ധമായി, പരസ്പരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും 18 ദിവസം യുദ്ധം ചെയ്തു, വാർ ചെയ്തു. അങ്ങനെ പാണ്ഡവർ അവസാനം ജയിക്കുന്നു. അങ്ങനെയൊക്കെയാണ് കഥ. അപ്പൊ ഈ പാണ്ഡവരുടെ പക്ഷം ആണ്, അഞ്ച് പേരുള്ള പാണ്ഡവരുടെ പക്ഷത്താണ് നമ്മുടെ ശ്രീകൃഷ്ണൻ. അവരുടെ ശത്രുവായിട്ടുള്ള 101 പേരാണ് കൗരവർ. ആ 101 പേരുടെ കൗരവരുടെ വീട്ടിലേക്ക്, കൊട്ടാരത്തിലേക്ക് ആര് പോകുന്നു? ശ്രീകൃഷ്ണന്റെ സൈഡുള്ള, പാണ്ഡവന്റെ സൈഡുള്ള ഘടോത്കജൻ ദൂതുമായിട്ട് പോകുന്നു, മെസ്സേജുമായിട്ട് പോകുന്നു. എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ ഒരു മെസ്സേജ് ആർക്ക് അയക്കുകയാണ്? കൗരവർക്ക് അയക്കുകയാണ്. കൗരവർ ഓപ്പോസിറ്റ് ടീമാണ്, പാണ്ഡവരുടെ ഓപ്പോസിറ്റ് ടീമാണ് കൗരവർ. പാണ്ഡവർ 5 പേരാണ്, പഞ്ചപാണ്ഡവർ. കൗരവർ 101 പേരാണ്. അപ്പോ ഈ ശ്രീകൃഷ്ണന്റെ മെസ്സേജുമായിട്ട് നമ്മുടെ ഘടോത്കജൻ മെല്ലെ 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 അപ്പുറത്തെ പാലസിലേക്ക്, അപ്പുറത്തെ ആരാണ്? കൗരവരാണ്. കൗരവരുടെ പാലസിലേക്ക് പോകുന്നതാണ് നമ്മുടെ സ്റ്റോറി, നമ്മുടെ നാടകം. മനസ്സിലായോ? ആരാണ് അപ്പൊ ഘടോത്കജൻ? ഘടോത്കജൻ പഞ്ചപാണ്ഡവരിൽ ഒരാളായ ഭീമന്റെ മകനാണ്. നിങ്ങൾക്ക് ഭീമനെ അറിയാമോ? ചോട്ടാ ഭീം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഈ ചോട്ടാ ഭീം വളർന്ന് വലിയ ഭീമായി. വലിയ ഭീം എന്നിട്ട് കാട്ടിലൂടെ പോകുമ്പോ ഒരു സ്ത്രീയെ, ഹിഡിംബ എന്ന് പറയുന്ന ഒരു ലേഡിയുമായിട്ട് ലവ് ആവുന്നു, കല്യാണം കഴിക്കുന്നു, അവർക്കൊരു കുട്ടി ഉണ്ടാവുന്നു. അപ്പൊ ഭീമന്റെ മകനാണ് നമ്മളുടെ ഘടോത്കജൻ. ആരൊക്കെയാ പഞ്ചപാണ്ഡവന്മാര്? അർജുനനുണ്ട്, യുധിഷ്ഠിരനുണ്ട്, ഭീമനുണ്ട്, നകുലനും സഹദേവനും ഉണ്ട്. ഇങ്ങനെ 5 പാണ്ഡവരാണ് ഉള്ളതല്ലേ. അപ്പോ അർജുനൻ, യുധിഷ്ഠിരൻ, അർജുനൻ, ഭീമൻ, നകുല, സഹദേവൻ, ഈ 5 പാണ്ഡവന്മാരാണ് ഇപ്പുറത്തുള്ളത്. ഇപ്പുറത്ത് കൗരവന്മാരുടെ മെയിൻ ആയിട്ടുള്ള ആരാണ്? ദുര്യോധനൻ, ദുശാസനൻ, പിന്നെ ഒരു സ്ത്രീ ഉണ്ട്, ദുശ്ശള. ഒറ്റ പെണ്ണേ ഉള്ളൂ കേട്ടോ. അപ്പോ ഈ 101 കൗരവരുടെ വീട്ടിലേക്ക് 5 പാണ്ഡവരുടെ സൈഡിൽ നിന്നും ഒരു പാണ്ഡവനായ ഭീമന്റെ മകനായ ഘടോത്കജൻ മെസ്സേജുമായിട്ട് പോവാണ്. ശ്രീകൃഷ്ണൻ പറഞ്ഞയച്ച മെസ്സേജ്. ശ്രീകൃഷ്ണൻ ആരാണ്? ശ്രീകൃഷ്ണൻ ഭഗവത്ഗീത അർജുനന് പറഞ്ഞു കൊടുക്കുന്ന നമ്മുടെ മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീകൃഷ്ണൻ. ഓക്കെ, മനസ്സിലായോ? ശ്രീകൃഷ്ണൻ മഥുരയിലെ, ദ്വാരകയിലെ രാജാവ്. വൃന്ദാവനം നിങ്ങൾക്കറിയാലോ, ഉത്തർപ്രദേശ്, ഗുജറാത്ത് ഒക്കെ ആയിട്ട് ശ്രീകൃഷ്ണന്റെ ദ്വാരകയൊക്കെ അറിയാമല്ലോ. അപ്പൊ ശ്രീകൃഷ്ണന്റെ മെസ്സേജുമായിട്ട് പോകുന്ന ഘടോത്കജൻ ആ ദുര്യോധനന്റെ കൊട്ടാരത്തിൽ, ഈ കൗരവരുടെ കൊട്ടാരത്തിൽ എത്തുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ നാടകത്തിന്റെ തീം. അപ്പൊ അതാണ് പറയുന്നത്, കൗരവ ഭവനെ ഘടോത്കജസ്യ ദൂതപ്രസ്തുതിരേവ നാടകസ്യാസ്യ പ്രതിപാദ്യ വിഷയ. അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള വിഷയം. അസ്മിൻ നാടകേ ഏക ഏവ അംഗഃ വിദ്യതേ. ഈ നാടകത്തിൽ ഒരൊറ്റ അംഗമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ അംഗം എന്ന് പറഞ്ഞാൽ ആക്ട്, 1 ആക്ട് പ്ലേ ആണ്, ഏകാംഗമാണ്, ഏകാംഗിയാണ് നമ്മുടെ ഈ നാടകം. 1 ആക്ട് പ്ലേ ആണ്. ഓക്കെ, അപ്പൊ ദൂതഘടോത്കജം എന്ന ഭാസന്റെ ബുക്കിൽ നിന്നും എടുത്ത ഈ ചെറിയ ധീരോദൂത എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് നമുക്ക് പോകാം. ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ അവിടെ എന്താ പറയുന്നത്? മഹാഭാരത യുദ്ധത്തിൽ
അപ്പൊ ഞാൻ പറഞ്ഞു കൗരവരും പാണ്ഡവരും തമ്മിൽ യുദ്ധമുണ്ടായി. അപ്പോ മഹാഭാരത യുദ്ധം എന്നാണ് ആ യുദ്ധത്തിന്റെ പേര്. അങ്ങനെയുള്ള ആ യുദ്ധത്തിൽ 18 ദിവസം നീണ്ടു നിന്ന ആ യുദ്ധത്തിൽ ഒരു ദിവസം എന്ത് സംഭവിച്ചു? അർജുനസ്യ പുത്ര അഭിമന്യു, അർജുനന്റെ പുത്രനായ അഭിമന്യു. അർജുനൻ ആരാ? പാണ്ഡവൻ, കൃഷ്ണന്റെ സൈഡിലുള്ള പാണ്ഡവൻ. പഞ്ചപാണ്ഡവരിൽ ഒരാളാണ് അർജുനൻ. അർജുനന്റെ പുത്രൻ, അർജുനന്റെ മകനായ അഭിമന്യു. അഭിമന്യു എന്ത് സംഭവിച്ചു? അഭിമന്യു കൗരവേഹേ നിർമ്മിതേ പദ്മവ്യൂഹേ മാരിതഃ അഭവത്. കൗരവൈഹി നിർമ്മിത പദ്മവ്യൂഹേ, കൗരവന്മാര് നിർമ്മിച്ച പദ്മവ്യൂഹത്താൽ കൊല്ലപ്പെട്ടു. അഭിമന്യു, അർജുനന്റെ മകനായ അഭിമന്യുവിനെ വാറിൽ ഒരു പദ്മവ്യൂഹം, അതൊരു ട്രിക്കാണ് കേട്ടോ. ഒരു യുദ്ധത്തില് ഒരു ട്രിക്ക് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ വട്ടത്തിൽ ആൾക്കാർ വന്നിട്ട് അവസാനം കൊല്ലുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു എന്താ പറയാ റൂൾ, ഒരു വാറിലുള്ള ഒരു ട്രിക്ക്, ഒരു ടെക്നിക്കാണ് പദ്മവ്യൂഹം. പാവം അഭിമന്യു ചെറിയ കുട്ടിയായിരുന്നു. അഭിമന്യുവിനെ അറിയുമായിരുന്നു, അതിന്റെ ഉള്ളിൽ എങ്ങനെ പോവാമെന്ന് അറിയാമായിരുന്നു, വാർ ചെയ്യാനൊക്കെ അറിയായിരുന്നു, യുദ്ധം ചെയ്യാൻ അറിയായിരുന്നു. പക്ഷെ ഫൈറ്റ് ചെയ്ത് എങ്ങനെ തിരിച്ചു വരാം എന്നുള്ളത് അഭിമന്യുവിന് അറിയുമായിരുന്നില്ല. അങ്ങനെ അവസാനം ഇവര് റൂള് തെറ്റിച്ചിട്ട്, ഈ കൗരവര് വാറിന്റെ റൂള് തെറ്റിച്ചിട്ടാണ് അഭിമന്യുവിനെ കൊന്നത്. ബാക്കിൽ നിന്ന് തലക്കടിച്ചിട്ടും എല്ലാരും കൂടി യുദ്ധം എങ്ങനെയാ ഒറ്റക്കൊറ്റക്ക് വാടാ എന്ന് പറഞ്ഞ പോലെ ഇവര് കൂട്ടമായിട്ട് പോയിട്ട് പാവം പയ്യൻ, ചെറിയ പയ്യനായിരുന്നു അഭിമന്യു, കുട്ടിയായിരുന്നു അല്ലെ. ആ കുട്ടിയായ അഭിമന്യുവിനെ റോങ് വേയിലെ കൂടെ, റോങ് മെത്തേഡിലെ കൂടെ കൊന്നു. ആര്? കൗരവര്. അപ്പൊ അർജുനനൊക്കെ നല്ല സങ്കടമായി അല്ലെ. അപ്പൊ അങ്ങനെ മഹാഭാരത യുദ്ധത്തിൽ അർജുനന്റെ മകനായ അഭിമന്യുവിനെ കൗരവന്മാരുണ്ടാക്കിയ പദ്മവ്യൂഹത്തിൽ കൊന്നു. അങ്ങനെ കൊന്ന ശേഷം പുത്രവിനാശാത്ത് പാർത്ഥ എന്ന് പറഞ്ഞാൽ അർജുനൻ, പൃഥ്വിയാം നമ്മുടെ പാർത്ഥൻ, നമ്മുടെ കുന്തിയുടെ മകനായ അർജുനൻ, പുത്രവിനാശാത്ത് പാർത്ഥ ഇതരേ പാണ്ഡവാശ്ച ദുഃഖിതഃ അഭവൻ. പാർത്ഥനും മറ്റ് പാണ്ഡവന്മാരും വളരെയധികം സാഡായി, ദുഃഖിച്ചു, ഡിസപ്പോയിന്റ് ആയി അല്ലെ. സ്വന്തം മകനല്ലേ മരിച്ചത്, അപ്പൊ എല്ലാവർക്കും വിഷമം ഉണ്ടാവും. ആക്ച്വലി കൗരവരുടെയും ബ്രദറിന്റെ മകനാണ്, അർജുനന്റെ ബ്രദേഴ്സാണ് കൗരവര് അല്ലെ. ഇവർ ശത്രുക്കളാണെങ്കിൽ ഇവർ ബ്രദേഴ്സ് ആണ്. ഒരേ അച്ഛന്റെ ബ്രദറിന്റെ മക്കളാണ്. അപ്പോ വല്യച്ഛന്റെയും ചെറിയച്ഛന്റെയും മക്കൾ പരസ്പരം അടിയാണ്. അപ്പോ സ്വന്തം ബ്രദറിന്റെ മകനാണ് മരിച്ചത്. അപ്പൊ പാണ്ഡവർക്ക് നല്ല വിഷമമുണ്ട്, കൗരവർക്ക് വിഷമമൊന്നുമില്ല. അവരാണല്ലോ കൊന്നത്, സ്വന്തം ബ്രദറിന്റെ മക്കളെ കൊന്നത് കൗരവരാണല്ലോ കൊന്നത്. കൗരവരുടെ അച്ഛന്റെ അനിയന്റെ മക്കളാണ് പാണ്ഡവര്. അപ്പോ പാണ്ഡവരുടെ അർജുനനും ബാക്കി 4 പേർക്കും നല്ല വിഷമായി, സ്വന്തം മോൻ മരിച്ചുപോയി അല്ലെ, കൊല്ലപ്പെട്ടു. തദ്ദൃഷ്ട്വാ, അത് കണ്ടിട്ട് ശ്രീകൃഷ്ണ വനൗകസം ഭീമസേനപുത്രം ഘടോത്കജം ദൂതത്വേന കൗരവ ഭവനം പ്രേഷയതി സ്മ. അത് കണ്ടിട്ട് നമ്മളുടെ ശ്രീകൃഷ്ണൻ എന്ത് ചെയ്യാണ്? വനൗകസം എന്ന് പറഞ്ഞാല് കാട്ടിൽ താമസിക്കുന്ന കാട്ടുവാസിയാണ് നമ്മുടെ ഘടോത്കജൻ. ഞാൻ പറഞ്ഞു ഭീമന്റെ മകനാണ് ഘടോത്കജൻ. ഭീമൻ ഒരു ദിവസം അവർക്ക് കാട്ടില് പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നു ലൈഫിൽ. അവർ കാട്ടില് പോയ സമയത്ത് അവിടുത്തെ ഹിഡിംബ എന്ന് പറയുന്ന സ്ത്രീയുമായിട്ട് ഹിഡിംബയ്ക്ക് ഭീമനെ കണ്ടപ്പോൾ ഇഷ്ടമായി. അങ്ങനെ ഹിഡിംബ ഭീമനോട് ഐ ലവ് യു പറഞ്ഞു. അവസാനം എല്ലാരും കൂടി സമ്മതിച്ചിട്ട് ഒരു കുട്ടി ഒക്കെ ഉണ്ടാവുന്നത് വരെ ഈ കാട്ടിൽ താമസിച്ചോളാൻ ഭീമനോട് പറഞ്ഞു. അങ്ങനെ ഭീമനും ഹിഡിംബയും കല്യാണം കഴിച്ച് ആ കാട്ടിൽ താമസിച്ചു. ഒരു കുട്ടി ഉണ്ടായി. ശേഷം ആ കുട്ടിയാണ് നമ്മുടെ ഘടോത്കജൻ. അപ്പൊ ഭീമന്റെ മകനാണ് ഘടോത്കജൻ കേട്ടോ. അപ്പൊ കാട്ടുവാസിയായ ഭീമസേനന്റെ മകനായ ഘടോത്കജൻ എവിടെ താമസിക്കുന്നത്? കാട്ടില്. ഘടോത്കജന്റെ അമ്മയാരാ? കാട്ടുവാസിയായ രാക്ഷസിയായ ഹിഡിംബ. അപ്പൊ ഹിഡിംബയുടെ മകനായ ഘടോത്കജനോട് ശ്രീകൃഷ്ണൻ പറയാണ്, ഞാനൊരു മെസ്സേജ് നിനക്ക് തരാം. ഈ മെസ്സേജ് നീ എവിടെ കൊണ്ടു കൊടുക്കണം? കൗരവരുടെ വീട്ടിൽ കൊണ്ടു കൊടുക്കണം, ദുര്യോധനന്റെ വീട്ടിൽ കൊണ്ടു കൊടുക്കണം. ദുര്യോധനന്റെ അച്ഛന്റെ പേരെന്താ? ധൃതരാഷ്ട്രർ. അർജുനന്റെ അച്ഛന്റെ പേരെന്താണ്? പാണ്ഡു. അപ്പോ ദുര്യോധനന്റെ വീട്ടിൽ കൊണ്ടു കൊടുക്കണം, ആ കൊട്ടാരത്തിൽ കൊണ്ടു കൊടുക്കണം എന്ന് ശ്രീകൃഷ്ണൻ പറഞ്ഞു. ശ്രീകൃഷ്ണൻ പ്രേഷയതി സ്മ കൗരവ ഭവനം, കൗരവന്മാരുടെ കൊട്ടാരത്തിലേക്ക് ശ്രീകൃഷ്ണൻ, ഭവനം എന്ന് പറഞ്ഞാൽ വീട്, കൊട്ടാരത്തിലേക്ക് ശ്രീകൃഷ്ണൻ കാട്ടുവാസിയായ ഹിഡിംബയുടെ മകനായ ഭീമന്റെ മകനായ ഘടോത്കജനെ മെസ്സേജുമായിട്ട് പറഞ്ഞു വിട്ടു. മനസ്സിലായോ? തത്ര, അവിടെ ആരൊക്കെയുണ്ട്? അവിടെ ധൃതരാഷ്ട്ര. ആരാ ധൃതരാഷ്ട്രർ? കൗരവരുടെ അച്ഛൻ, മെയിൻ കിങ്, രാജാവ് അല്ലെ. മെയിൻ കിങ് ആണ് ധൃതരാഷ്ട്രർ. ധൃതരാഷ്ട്രർക്ക് കണ്ണ് കാണൂല, ധൃതരാഷ്ട്രർ ബ്ലൈൻഡ് ആണ്, ജന്മനാ അന്ധനാണ്. ആര്? ധൃതരാഷ്ട്രർ. ധൃതരാഷ്ട്രർക്ക് കണ്ണിന് കാഴ്ചയില്ല. ധൃതരാഷ്ട്രയുടെ ഭാര്യയാണ് ഗാന്ധാരി. ഗാന്ധാരി എന്ത് ചെയ്തു? ഭർത്താവിന് കാഴ്ചയില്ലാത്തതുകൊണ്ട് സ്വന്തം കണ്ണ്
ടവൽ കൊണ്ട് കെട്ടിയിട്ട് ലൈഫ് ലോങ് ബ്ലൈൻഡ് ആയിട്ട് ജീവിച്ചു. ബ്ലൈൻഡ് അല്ല, പക്ഷെ ഭർത്താവിന് കണ്ണിലുള്ളതുകൊണ്ട് എനിക്കും കാഴ്ച വേണ്ടെന്ന് പറഞ്ഞിട്ട് ഗാന്ധാരി ഭർത്താവായ ധൃതരാഷ്ട്രക്ക് വേണ്ടിയിട്ട് കണ്ണിന്റെ കാഴ്ച എന്താ പറയാ ഒരു ടവലിട്ട് കെട്ടിയിട്ട് അങ്ങനെ ഇരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, സീരിയലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, പുരാണ സീരിയലൊക്കെ കാണണം കേട്ടോ. അപ്പോ ധൃതരാഷ്ട്രനുണ്ട്. ധൃതരാഷ്ട്രയുടെ മകനാണ് ദുര്യോധനൻ. മൂത്ത മകനായ ദുര്യോധനനുണ്ട്. ദുര്യോധനന്റെ അനിയൻ ദുശാസനനുണ്ട്. പിന്നെ അവരുടെ അമ്മാവൻ ഈ ഗാന്ധാരിയുടെ ബ്രദർ ഉണ്ട്, അതായത് ദുര്യോധനന്റെ സ്വന്തം അമ്മാവൻ, അങ്കിൾ. ധൃതരാഷ്ട്രയുടെ അളിയൻ ആരാണ്? അളിയൻ ശകുനി അമ്മാവൻ. ശകുനി അമ്മാവനുണ്ട്. പിന്നെ ഇവരൊക്കെ എവിടെ ഇരിക്കുകയാണ്? ആസനസ്ഥാഹ, ആസൻ. അവിടെ ഒരു എല്ലാവർക്കും ഓരോ സിംഹാസനമൊക്കെ ഉണ്ടാവും, ചെയർ ഉണ്ടാവും. ആ ചെയറിൽ എല്ലാവരും ഇരിക്കുന്നുണ്ട്. നാടകമാണ് കേട്ടോ. അപ്പൊ നാടകം കാണുമ്പോൾ നിങ്ങൾ മനസ്സിൽ ആ സ്റ്റേജ് വേണം. ഒരു കൊട്ടാരമുണ്ട്, അതിന്റെ ഒരു വാതിലുണ്ട്, കുറെ ചെയർ ഉണ്ട്, കുറെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് അവിടെ ആര് വരികയാണ്? തത്തഹ പ്രവിശത്തി ഘടോത്കചഃ. ആ സമയത്ത് അവിടെ ആര് വരികയാണ്? ഘടോത്കചൻ വരികയാണ്. അപ്പൊ ഘടോത്കചൻ വരുമ്പോ ഘടോത്കചൻ വന്ന ഉടനെ ആരൊക്കെയോ ദുര്യോധനനൊക്കെ പോയിട്ട് എന്താ ഇങ്ങോട്ട് എന്താ പറഞ്ഞു എന്ന് തോന്നുന്നല്ലേ. അപ്പൊ ഘടോത്കചൻ പറഞ്ഞു, നീ ആരാ? നിന്നോട് ഇപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യമല്ലേ? അവിടെ മെയിൻ ആൾ അവിടെ ഇരിക്കുന്നുണ്ട്, ഞാൻ അയാളോട് പറഞ്ഞോളാം. ആരോട്? നിന്റെ അച്ഛൻ അവിടെ ഉണ്ടല്ലോ, ഞാൻ നിന്റെ അച്ഛനോട് കാര്യം പറഞ്ഞോളാം. എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഞാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ട് വന്നതാ മോനെ, ശരിയാക്കി തരാന്നുണ്ട്. ഘടോത്കചൻ വിഷമത്തിൽ, എല്ലാരും ദേഷ്യത്തിലായിരിക്കുന്ന. അർജുനന്റെ മോനെ കൊന്നതാ, തട്ടിപ്പിൽ കൊന്നതാ. ആരെ? അഭിമന്യുവിനെ കൊന്നതാ അല്ലെ. അപ്പൊ ശ്രീകൃഷ്ണൻ എന്തോ ഒരു മെസ്സേജ്, എന്താ ശ്രീകൃഷ്ണന്റെ മെസ്സേജ് നമുക്ക് അറിയില്ല. അപ്പൊ ഘടോത്കചൻ പറയാണ്, ഫസ്റ്റ് ഡയലോഗ് ഘടോത്കചൻ എന്താ പറയാണ്? അയമത്ര ഭവാൻ ധൃതരാഷ്ട്ര. ഇത് ആരാ അവിടെ ഇരിക്കുന്നത്? ധൃതരാഷ്ട്രല്ലേ അവിടെ ഇരിക്കുന്നേ. ഹായ്, ഹലോ ധൃതരാഷ്ട്ര എന്നുള്ള മട്ടില് ആരാ അവിടെ ഇരിക്കുന്നേ? ധൃതരാഷ്ട്രല്ലേ അവിടെ ഇരിക്കുന്നേ. പിതാമഹ, ഓ എന്റെ ഗ്രാൻഡ് ഫാദർ. ആരാ? ഘടോത്കചൻ ആരാ? ഭീമന്റെ മകനല്ലേ. ഭീമൻ ആരാ? ധൃതരാഷ്ട്രയുടെ ഗ്രാൻഡ് സൺ അല്ലേ, ധൃതരാഷ്ട്രയുടെ അനിയന്റെ മോനല്ലേ ഭീമൻ. അപ്പൊ ധൃതരാഷ്ട്രയുടെ കണ്ണു കാണാത്ത ധൃതരാഷ്ട്രയുടെ അനിയനായ പാണ്ഡുവിന്റെ മകനല്ലേ ഭീമൻ. ആ ഭീമന്റെ മകനല്ലേ ഘടോത്കചൻ. അപ്പൊ ഘടോത്കചന്റെ അച്ഛനായ ഭീമന്റെ അച്ഛനായ പാണ്ഡുവിന്റെ ഏട്ടനാണ് ധൃതരാഷ്ട്രർ. അപ്പോ സ്വന്തം മുത്തച്ഛനാണ്, ഗ്രാൻഡ് ഫാദർ ആണ്. അപ്പൊ അമ്മ വേറെ ആണെങ്കിലും അച്ഛന്റെ ഏട്ടനാണ്. അപ്പൊ വല്യച്ഛൻ അച്ഛന്റെ വല്യച്ഛനാണ്, അപ്പൊ ഗ്രാൻഡ് ഫാദർ ആണ്. അയ്യോ, എന്റെ വല്യച്ഛനായ ധൃതരാഷ്ട്രല്ലേ ഈ ഇരിക്കുന്നത്. അഭിവാദയേ ഘടോത്ക. നമസ്കാരം, ഞാൻ ഘടോത്കല്ല, ഞാൻ അത് അങ്ങനെ പറയാൻ പറ്റൂല. അയ്യോ സോറി, ഞാൻ അങ്ങനെ എന്റെ പേര്, ഞാൻ ഘടോത്കചൻ, വല്യച്ഛ നമസ്കാരം. അങ്ങനെ ആദ്യം തന്നെ എന്റെ പേര് പറഞ്ഞിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത് മോശമല്ലേ. അതുകൊണ്ട് നോ 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 നോ, ഞാൻ അങ്ങനെ ഞാൻ പറയുന്നില്ല. ഞാൻ എങ്ങനെ പറയാൻ പോവാണ്? അയാൾ പറഞ്ഞു വന്നത് സ്റ്റോപ്പ് ചെയ്തു. ആര്? ഘടോത്കചൻ. ഞാൻ ഘടോത്കചനാണ് മുത്തച്ഛ എന്ന് പറയാൻ വന്നിട്ട് സ്റ്റോപ്പ് ചെയ്തു. ആദ്യം തന്നെ ഞാൻ ഘടോത്കചനാണ് എന്ന് പറയുന്നത് സുഖമില്ല, അത് മോശമാണെന്ന് ഘടോത്കചന് തോന്നി. അയാളുടെ കൾച്ചറാണ്, അയാളുടെ സംസ്കാരമാണ്, അയാൾ നല്ല സംസ്കാരത്തിന് ഉടമയാണ് ആര്? ഘടോത്കചൻ. അപ്പൊ അയാള് ഒന്ന് മാറ്റി, വലിയ വലിയ ആൾക്കാരെ നമ്മള് കുറച്ച് റെസ്പെക്ട്ഫുള്ളി സംസാരിക്കുമ്പോ ഞാൻ എന്റെ പേര് ഘടോത്കചൻ അങ്ങനെ പറയാതെ കുറച്ച് പോളിഷ് ചെയ്ത് പറയണം. എങ്ങനെയാ പറയാ? അപ്പൊ ഘടോത്കചൻ സ്റ്റോപ്പ് ചെയ്തു. അതാണ് നോ നോ, സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് എന്ത് പറയാണ്? യുധിഷ്ഠിരാദയശ്ചമേ ഗുരവോ ഭവന്തം അഭിവാദയന്തി. എന്താണ് പറയുന്നത്? യുധിഷ്ഠിരാദയശ്ച, യുധിഷ്ഠിരൻ മുതലായ എന്റെ ഗുരുക്കന്മാര്. അതാരാണ്? എന്റെ അച്ഛന്റെ ബ്രദേഴ്സ്. എന്റെ അച്ഛനായ ഘടോത്കചൻ പറയാണ്, എന്റെ അച്ഛനായ ഭീമന്റെ ബ്രദേഴ്സ് ആയ അർജുനൻ, യുധിഷ്ഠിരൻ, നകുലൻ, സഹദേവൻ, ഇവരൊക്കെ എനിക്ക് ആരാണ്? മേ ഗുരവോ, എനിക്ക് അവരൊക്കെ ഗുരുക്കളാണ്, ഗുരുക്കന്മാരാണ്. അപ്പോ യുധിഷ്ഠിരൻ മുതലായ എന്റെ അച്ഛന്റെ ബ്രദേഴ്സ് മുതലായ എല്ലാവരും എനിക്ക് ഗുരുക്കന്മാരാണ്. അവരെല്ലാവരും താങ്കളെ, ഭവന്തം അങ്ങയെ, അഭിവാദയന്തി നമസ്കരിക്കുന്നു, ഗ്രേറ്റ് ചെയ്യുന്നു, അഭിവാദനം ചെയ്യുന്നു. അതിനുശേഷം അതിനുശേഷം എല്ലാവരും പാണ്ഡവർ 5 പേരും നിങ്ങളെ നമസ്കരിക്കുകയാണ് മുത്തച്ഛ. അതിനുശേഷം അടിയൻ ഞാൻ ഘടോത്കചോഹം അഭിവാദയേ. അതിനുശേഷം അഹം ഘടോത്കജം അഭിവാദയേ, ഞാൻ ഘടോത്കജൻ അങ്ങയെ അഭിവാദനം ചെയ്യുന്നു. ആദ്യം എന്റെ അച്ഛനും അച്ഛന്റെ ഏട്ടനും അനിയനും നിങ്ങളെ 5 പേരും നിങ്ങളെ നമസ്കാരം പറയാണ് അമ്മ മുത്തച്ഛ. അതിനുശേഷം ഞാൻ ഘടോത്കജൻ അഹം അഭിവാദയേ, ഞാൻ നമസ്കാരം പറയാണ്. അപ്പൊ ധൃതരാഷ്ട്രം പറയാണ്, ധൃതരാഷ്ട്രക്ക് കണ്ണ് കാണൂല, ചെവി കേൾക്കും. അപ്പൊ ഇത്രയും കേട്ടപ്പോ ധൃതരാഷ്ട്രം എന്താ പറയുന്നത്? മഹാരാജാവ് കണ്ണ് കാണാത്ത ധൃതരാഷ്ട്ര, ദുര്യോധനന്റെ അച്ഛൻ പറയാണ്, പാണ്ഡവന്റെ അച്ഛന്റെ ഏട്ടൻ പറയാണ്, അർജുനന്റെ അച്ഛന്റെ ഏട്ടൻ പറയാണ്, ഭീമന്റെ അച്ഛന്റെ ഏട്ടൻ പറയാണ്, പാണ്ഡുവിന്റെ ഏട്ടൻ പറയാണ്, ഏഹി പുത്ര ഏഹി, കം, വരൂ മകനെ വരൂ, പ്ലീസ് കം, വന്നാലും മകനെ, വരൂ മകനെ വരൂ, ഏഹി എന്ന് പറഞ്ഞാൽ വരൂ.
വരൂ മകനെ വരൂ. അപ്പൊ ഘടോത്കച എന്താ പറയുന്നത്? കല്യാണ ഖൽവത്ര ഭവാൻ പിതാമഹമാഹ ഭഗവാൻ ചക്രായുധ. എന്താ പറയുന്നത്? നിങ്ങൾ വളരെ നല്ല കല്യാണം, നിങ്ങൾ വെൽഫെയർ, അതായത് ഹോമായി പിതാമഹ, നിങ്ങൾ ആരാണ്? യു ആർ വെരി വെരി ലക്കി ഇൻഡീഡ്. കല്യാണം ഖലു അത്ര ഭവാൻ, നിങ്ങൾ വളരെ ഭാഗ്യവാനാണ്, നല്ല ആളാണ് എന്ന് ആര് പറഞ്ഞേക്കാണ്? പിന്നെ ശ്രീകൃഷ്ണൻ. ഭഗവാൻ ചക്രായുധ, ചക്രം, അശോക ചക്രം കണ്ടിട്ടുണ്ടോ? അതുപോലെ നമ്മുടെ ശ്രീകൃഷ്ണന്റെ കയ്യിലുള്ള ചക്രമാണ്. ഈ ചക്രം ആയുധമായിരിക്കും, ചക്രവാണിയാണ്. ചക്രം ആയുധമാക്കിയിരിക്കുന്ന ആളാണ് ശ്രീകൃഷ്ണൻ. നമ്മളെ അശോക ചക്രം കണ്ടിട്ടില്ലേ? അതുപോലത്തെ ഒരു ചക്രമാണ് ശ്രീകൃഷ്ണന്റെ കയ്യിലുള്ളത്, അല്ലെ? അപ്പൊ ഈ അശോക ചക്രമല്ല, ഈ ശ്രീകൃഷ്ണന്റെ കയ്യിലുള്ള ഈ ചക്രം ആയുധമാക്കിയുള്ള വിഷ്ണു ശ്രീകൃഷ്ണൻ, അല്ലെ? ശ്രീകൃഷ്ണന്റെ ആയുധമാണ് ഈ സുദർശന ചക്രം. അപ്പൊ ഈ ചക്രം ആയുധമായിട്ടുള്ള ആ ശ്രീകൃഷ്ണൻ എപ്പോഴും പറയും നിങ്ങൾ ഭാഗ്യവാനാണെന്ന്. ശ്രീകൃഷ്ണന്റെ മെസ്സേജുമായിട്ടാണ് ഞാൻ വന്നത് എന്ന് അവിടെ ക്ലിയർ ആക്കുകയാണ്. അപ്പൊ ധൃതരാഷ്ട്രർ പെട്ടെന്ന് ഞെട്ടിപ്പോയേ. ശ്രീകൃഷ്ണൻ അങ്ങനെ പറഞ്ഞോ? ശ്രീകൃഷ്ണൻ മെസ്സേജ് കൊടുത്തു വിട്ടോ, ഞാൻ അടിപൊളിയാണെന്ന് ശ്രീകൃഷ്ണൻ പറഞ്ഞോ? അപ്പൊ എന്താ ശ്രീകൃഷ്ണൻ പറഞ്ഞതെന്ന് അറിയാനുള്ള ഒരു കൗതുകമുണ്ട്. എന്താണ് കൗതുകം? ആസനാദുദ്ധായ. അപ്പൊ കൗതുകം കാരണം പെട്ടെന്ന് ചാടി എണീറ്റു. നമ്മുടെ ധൃതരാഷ്ട്രർ വേഗം ചാടി എണീറ്റു. കിം ആജ്ഞാപയതി ഭഗവാൻ നാരായണ. എന്താണ് ഭഗവാൻ നാരായണൻ പറഞ്ഞയച്ചത്? എന്താ അദ്ദേഹം പറഞ്ഞത്? ഭഗവാൻ നാരായണന്റെ മെസ്സേജ് എന്താണ്? ആരാണ് നാരായണൻ? ശ്രീകൃഷ്ണൻ, വിഷ്ണു. അപ്പോ ചക്രായുധനായ ഭഗവാൻ നാരായണൻ എന്ത് മെസ്സേജാണ്? കിം ആജ്ഞാപയതി, എന്താണ് അദ്ദേഹത്തിന്റെ ഓർഡർ എന്താണെന്ന് പറയൂ മോനെ ഘടോത്കച എന്ന് കണ്ണു കാണാത്ത ധൃതരാഷ്ട്ര സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് അങ്ങനെ പറയാൻ പോയപ്പോ ഘടോത്കചൻ എന്താ പറയുന്നത്? വേണ്ട 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 വേണ്ട, ആസനസ്ഥൈനൈവ ഭവതാ, ആസനസ്ഥേനൈവ ഭവതാ, ആസനസ്ഥേന ഏവ ഭവതാ ശ്രോതവ്യോ ജനാർദ്ദനസ്യ സന്ദേശ. അയ്യോ എണീക്കണ്ട എണീക്കണ്ട, നിങ്ങൾ എണീക്കണ്ട, അവിടെ തന്നെ ഇരുന്നോളൂ, നിങ്ങൾ ആ കസേരയിൽ തന്നെ ഇരുന്നോളൂ, സിംഹാസനത്തിൽ തന്നെ ഇരുന്നോളൂ. ഇരുന്നോണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യാം? കൃഷ്ണൻ കൊടുത്തയച്ച ന്യൂസ് പറയാം, കൃഷ്ണന്റെ മെസ്സേജ് ഞാൻ പറയാം. ഇരുന്ന് കേട്ടാ മതി പിതാമഹ, ഗ്രാൻഡ് ഫാദറെ, മുത്തച്ഛ. ജനാർദ്ദനൻ, ശ്രീകൃഷ്ണൻ, ജനാർദ്ദനന്റെ സന്ദേശം, മെസ്സേജ് ഞാൻ പറയാം, അങ്ങ് ഇരുന്നു കൊണ്ട് കേട്ടാ മതി, എണീക്കണ്ട. അപ്പൊ ധൃതരാഷ്ട്രൻ എന്ത് ചെയ്തു? എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ മോൻ എന്നിട്ട് ഇരുന്നു. ഉപവിശതി, ഇരുന്നു. എന്നിട്ട് യഥാജ്ഞാപയതി ചക്രായുധ, എന്താണ് കൃഷ്ണൻ പറഞ്ഞത്? കൃഷ്ണന്റെ ഓർഡർ എന്താണ്? കൃഷ്ണന്റെ മെസ്സേജ് എന്താണെന്ന് എന്നോട് പറയൂ ഘടോത്കച എന്ന് നമ്മുടെ കണ്ണു കാണാത്ത ധൃതരാഷ്ട്ര, ദുര്യോധനന്റെ അച്ഛൻ പറഞ്ഞു. അപ്പൊ ഘടോത്കചൻ പറയാണ്, ഘടോത്കചൻ എന്താ പറയുന്നത്? പിതാമഹ, പിതാമഹ, മുത്തച്ഛ, ശ്രൂയതാം, കേട്ടാലും, ഏകപുത്ര വിനാശാത് അർജുനസ്യ താവത് ഈദൃശീ ദുരവസ്ഥ കാ പുനർഭവതോ ഭവിഷ്യതി തതഃ ക്ഷിപ്രമിദാനീം ആത്മബലാധാനം കുരുഷ്വ ഇതി. എന്താണ് ഘടോത്കചൻ? നമ്മുടെ 100 മക്കളുണ്ട് ആർക്കാർക്ക്? നമ്മുടെ കണ്ണു കാണാത്ത ധൃതരാഷ്ട്രക്ക്. അപ്പൊ എന്താണ് ഘടോത്കചൻ പറയുന്നത്? മുത്തച്ഛ, പിതാമഹ, ശ്രൂയതാം, കേട്ടാലും, കൃഷ്ണന്റെ മെസ്സേജ് കേട്ടോളൂ. ഏകപുത്ര വിനാശാത്, ഒരു മകൻ മരിച്ചപ്പോഴേക്ക്, ഈ അഭിമന്യു മരിച്ചപ്പോഴേക്ക്, ഒറ്റ മോനെ മരിച്ചുള്ളൂ അല്ലെ, അഭിമന്യുവിന് വേറെ മക്കളൊക്കെ ഉണ്ട്. അപ്പൊ ഒരു മോൻ മരിച്ചപ്പോഴേക്ക് അർജുനസ്യ താവത് ഈദൃശി ദുരവസ്ഥ, അർജുനന്റെ അവസ്ഥ നിങ്ങൾ കാണണം. അർജുനന്റെ ഇപ്പോഴത്തെ ദുരവസ്ഥ എന്താണ്? അർജുനൻ കിടന്ന് കരയാണ്. ഓ മൈ ഡിയർ സൺ അഭിമന്യു, എന്റെ പൊന്നുമോനെ അഭിമന്യു, നീ പോയോ? നീ ഞങ്ങളുടെ കുരു വംശത്തിന്റെ ഏകമാത്ര പ്രതീക്ഷയായിരുന്നില്ലേ? നീ ഞങ്ങളെ വിട്ടു പോയോ? നീ യദുകുലത്തിന്റെ അഭിമാനമായിരുന്നില്ലേ? നീ ഞങ്ങളെ വിട്ടു പോയോ? നീ എങ്ങോട്ടാ പോയത്? നിന്റെ അച്ഛന്റെ അടുത്തേക്കാണോ? പാണ്ഡുരാജാവ് മരിച്ചുപോയി, അർജുനന്റെ അച്ഛൻ മരിച്ചുപോയി. അപ്പോ അഭിമന്യുവിന്റെ അച്ഛന്റെ അച്ഛൻ മരിച്ചുപോയി. അപ്പൊ ആ സ്വർഗത്തിലേക്ക്, നിന്റെ അച്ഛനെ കാണാൻ വേണ്ടി നീ സ്വർഗത്തിലേക്ക് പോയതാണോ? നീ ഇല്ലാണ്ട് ഞങ്ങൾ അങ്ങനെ ജീവിക്കും എന്ന് പറഞ്ഞ് അർജുനൻ കരഞ്ഞ് നിലവിളിച്ചോണ്ടിരിക്കുകയാണ്. ഒരു മകൻ മരിക്കുമ്പോഴേക്ക് അർജുനന്റെ ദുഃഖം ഇതാണെങ്കിൽ, പിതാമഹ ധൃതരാഷ്ട്രയെ, കണ്ണു കാണാത്ത മുത്തച്ഛ, പുനർഭവതോ ഭവിഷ്യതി കാ, നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? 101 മക്കളാണ് അല്ലെ, 100 ആണും ഒരു പെണ്ണും, ഒരു ദുശ്ശലയുണ്ട്. ഈ 100 ആൺമക്കളും മരിച്ച ഒരു മോൻ, മനസ്സിലായോ? ഒരു മോൻ മരിക്കുമ്പോഴേക്ക് അർജുനന്റെ അവസ്ഥ കണ്ടോ? കരഞ്ഞു ചാവാനായി അർജുനൻ. അപ്പൊ 100 മക്കൾ മരിച്ചാൽ നിങ്ങളുടെ അവസ്ഥ, നിങ്ങൾ എത്ര കടന്ന് കരയും എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയാണ് എന്ന് കുറച്ച് തമാശ രൂപത്തിൽ നമ്മുടെ ഘടോത്കചൻ പറയാണ്. നിങ്ങളുടെ അവസ്ഥ എന്താവും?
തതഹ അതുകൊണ്ട് മര്യാദക്ക് നിങ്ങളുടെ യുദ്ധം നിർത്താൻ മക്കളോട് പറഞ്ഞോ. നിങ്ങൾ പറഞ്ഞേച്ച് ആ സേനയെ മുഴുവൻ തിരിച്ചു വിളിച്ചോളൂ. യു മസ്റ്റ് റിട്ടേൺ യുവർ ആർമി അല്ലെ. കുറച്ച് മനക്കട്ടിയൊക്കെ ഉണ്ടാക്കി അവിടെ ഇരുന്നോളൂ. 300 മക്കളൊക്കെ മരിക്കാൻ പോവാണ്. അല്ലെങ്കിൽ നല്ല കുട്ടിയായിട്ട് യുദ്ധം നിർത്താൻ ഓർഡർ ഇട്ടോളാൻ അവിടുന്ന് പറഞ്ഞു വിട്ടു എന്ന് പറയാണ്. അതാണ് ക്ഷിപ്രം ഇതാനിയും ആത്മബലാധാനം കുരുഷു ഐതി. അപ്പൊ ദുര്യോധനൻ ചിരിക്കുകയാണ്. ഹാസ്യം അഭിധാനം. ഓ നല്ല കോമഡിയാണല്ലോ. 100 മക്കൾ ചത്താ എങ്ങനെ താങ്ങും? ഒരു മക്കൾ ചത്തിട്ട് അർജുനൻ വിഷമിച്ചിരിക്കുകയാണല്ലോ. നല്ല കോമഡി. നിനക്ക് കോമഡി സ്റ്റാർസിലേക്ക് പോയിക്കൂടെടാ എന്ന് നമ്മുടെ ഘടോത്കജനോട് ആര് ചോദിക്കുകയാണ്? ദുര്യോധനൻ ചോദിക്കുകയാണ്. ദുര്യോധനൻ മഹാവിഷാണല്ലേ. ദുര്യോധനൻ മഹാ മോശമാണ് അവൻ, ദുഷ്ടനാണ് അവൻ. അപ്പൊ അവനിങ്ങനെ ചിരിക്കുകയാണ്. അർജുനന്റെ വിഷമം പറഞ്ഞപ്പോ ചിരിക്കുകയാണ്. നീ കോമഡി ഒക്കെ പറയാൻ തുടങ്ങിയോ എന്ന് പറഞ്ഞിട്ട് ഘടോത്കജനെ കളിയാക്കി. അപ്പൊ ഘടോത്കജൻ എന്ത് പറയാണ്? ഘടോത്കജന് ദേഷ്യം വന്നോ? ഘടോത്കജൻ എന്താ പറയുന്നത്? ചക്രപാണിന പ്രേഷിതോഹം വക്ത ത്വം ഹസസി. ഓഹോ, ഞാൻ പറഞ്ഞിട്ട് നീ ചിരിക്കുകയാണോ? എന്നെ ചക്രപാണിയാണ് ഇങ്ങോട്ട് അയച്ചത്. ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. ചക്രം പാണിയിൽ, കയ്യിൽ ചക്രപാണി എന്ന് പറഞ്ഞ കയ്യിൽ ചക്രമുള്ളവനാണ് എന്നെ അയച്ചത്. ഞാൻ ആരാണ്? ഞാൻ വക്താവാണ്, മെസ്സഞ്ചറാണ്. അപ്പം ഹസസി, നീ എന്നെ നോക്കി ചിരിക്കുകയാണോ? എന്നിട്ട് ഭവതാ അപി ശ്രോതവ്യോ ജനാർദ്ദനസ്യ സന്ദേശ. നീയും കേട്ടോ കൃഷ്ണന്റെ മെസ്സേജ്. കഴിഞ്ഞിട്ടില്ല, കൃഷ്ണൻ കുറെ കാര്യങ്ങൾ പറഞ്ഞയച്ചിട്ടുണ്ട്. നീയും കേട്ടോ, അടുത്ത മെസ്സേജ് നീ കേട്ടോ. നിനക്കുള്ളത് അടുത്ത മെസ്സേജ്. ഭവതാപി ശ്രോതവ്യോ, നീയും കേട്ടോളൂ അടുത്ത മെസ്സേജ്. ജനാർദ്ദനസ്യ സന്ദേശ, കൃഷ്ണന്റെ മെസ്സേജ് നീ കേട്ടോളൂ. എന്താണ് മെസ്സേജ്? ക്ഷത്രിയാണാം വിനാശഃ ഉപസ്ഥിതഃ ഇത്യവഗച്ഛ നൃപതിശതവതേന ഭൂമി ലാഘവം ചാസ്തു. ക്ഷത്രിയാണാം വിനാശഃ, ക്ഷത്രിയന്മാരെ കൊന്നിട്ട്, മുഴുവൻ രാജാക്കന്മാരെയും കൊന്നിട്ട്, ഉപസ്ഥിതഃ ഇത്യവഗച്ഛ, ക്ഷത്രിയന്മാരുടെ വിനാശം ഫിക്സഡ് ആണ്, തീരുമാനിച്ചു കഴിഞ്ഞു. ക്ഷത്രിയന്മാരുടെ നാശം ഉറപ്പിച്ചു കഴിഞ്ഞു. ക്ഷത്രിയന്മാരെ മുഴുവൻ കൊല്ലാൻ പോവുകയാണ്. നൃപതി ശതവധേന, 100 രാജാക്കന്മാരെ കൊല്ലും. 100-ലധികം രാജാക്കന്മാരെ കൊല്ലും. എന്നിട്ടോ ഭൂമേഹേ ലാഘവം ചാസ്തു, ഭൂമിയില് ലാഘവം കൊണ്ടുവരും. എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ വെയിറ്റ് കുറയ്ക്കും. ലഘു എന്ന് പറഞ്ഞാല് ചെറുതാക്കുക, ഭൂമിയുടെ ഭാരം കുറയ്ക്കും. കുറെ ആൾക്കാർ ഭൂമിക്ക് വേസ്റ്റ് ആയിട്ട് ജീവിക്കുന്നുണ്ടല്ലേ. അപ്പൊ ഈ 100-110 ഈ കൗരവന്മാരെ മുഴുവൻ കൊന്നു കഴിഞ്ഞാൽ ഭൂമിയുടെ ഭാരമെങ്കിലും കുറയും അല്ലെ. എന്തിനാണ് ഭൂമിക്ക് ഭാരമായിട്ട് ഇങ്ങനെ ജീവിക്കുന്നത് എന്ന് പറയുന്ന പോലെ നീ നോക്കിക്കോ ദുര്യോധന. കൃഷ്ണൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, നീ കേട്ടോളൂ. 100-ലധികം വരുന്ന ഈ ക്ഷത്രിയന്മാരെ മുഴുവൻ കൊല്ലാൻ കൃഷ്ണൻ ഉറപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെ കൊന്നു കഴിയുമ്പോൾ ഭൂമിയുടെ ഭാരം കുറയും. പുത്രവിനാശാത്ത് സമരമുഖേ ഗാണ്ഡീവാത് അസ്ത്രമുക്തി ഫൽഗുണസ്യ ന അതിഭാര ഇതി. അപ്പോ സ്വന്തം മകൻ മരിച്ചിട്ട് ആകപ്പാടെ വിഷമിച്ചിട്ട് ആരിയ്ക്കുകയാണ്? ഗാണ്ഡീവം, അർജുനൻ കയ്യില് അമ്പും വില്ലും ഒക്കെ എടുത്തിട്ട് ഇരിക്കുകയാണ്. അപ്പോ ആ അർജുനന്റെ ആവനാഴിയില്ലേ, അമ്പും വില്ലൊക്കെ സൂക്ഷിക്കുന്ന ആ ഒരു ഇതില്ലേ, അതിലെ ഓരോ അമ്പും ഉപയോഗിച്ച് ശത്രുക്കളെ കൊല്ലുക എന്നുള്ളത് അത്ര വലിയ ടാസ്ക് ഒന്നുമല്ല. നാതിഭാര, അത്ര വലിയ ടാസ്ക് ഒന്നുമല്ല. അതുകൊണ്ട് ഫൽഗുനൻ എന്ന് പറഞ്ഞ ആരാണ്? അർജുനൻ. ഇത് ഫ എന്നെങ്ങനെയാ വായിക്കുക മക്കളെ? ഈ ലെറ്റർ എങ്ങനെയാ വായിക്കുക? ഫ എന്നാണ് വായിക്കുക. ചുണ്ടും മുട്ടണം കേട്ടോ. ഈ ചുണ്ടും മുട്ടണം. ഫ, ഫ അല്ല. സംസ്കൃതത്തിലും മലയാളത്തിലും ഹിന്ദിയിലും ഫ എന്നൊരു അക്ഷരം ഇല്ല. ഇംഗ്ലീഷിൽ എഫ് ഉണ്ട്, ഫാൻ. അറബിയിലൊക്കെ ഉണ്ട് ഫാത്തിമ. നമുക്ക് ഫായേ ഉള്ളൂ. PHA ആണ്, FA അല്ല. അപ്പൊ ഫൽഗുനൻ അല്ല, ഫൽഗുനൻ. ഫലം അല്ല, ഫലം. ചുണ്ടുകൾ മുട്ടണം. പ ഫ ബ ഭ മ എന്നാണ് സ്കൂളിൽ നിങ്ങളെ പഠിപ്പിച്ചത് കേട്ടോ. പ ഫ ബ ഭ മ. അപ്പൊ ഫ എന്നല്ല, ഫ ഒരു ലെറ്റർ നമുക്കില്ല. ഫ. അപ്പോ ഫൽഗുനൻ, ഫൽഗുനസ്യ നാതിഭാര. അർജുനനാണ് ഫൽഗുനൻ. അർജുനോ ഫൽഗുനോ വിഷ്ണു ജിഷ്ണു. അപ്പൊ അർജുനന്റെ പേരുകളാണ് ഈ ഫൽഗുനൻ. അപ്പൊ ഫൽഗുനനായിട്ടുള്ള അർജുനന് അമ്പെടുത്തിട്ട് ഈ ക്ഷത്രിയന്മാരെ മുഴുവൻ കൊല്ലുക എന്ന് പറയുന്നത്, നിങ്ങളൊക്കെ കൊല്ലുക എന്ന് പറയുന്നത് വലിയ ടാസ്ക് ഒന്നും അല്ല. അതുകൊണ്ട് നീ അധികം എളിക്കണ്ട മോനെ ദുര്യോധന എന്നാണ് ദൂതനായിട്ട് വന്ന ഘടോത്കജൻ പറയുന്നത്. അപ്പൊ ആരിടപെട്ടു? അമ്മാവൻ ശകുനി ഇടപെട്ടു. അമ്മാവൻ ദുര്യോധനേക്കാളും വലിയ വിഷം, പോയിസൺ അല്ലെ. അമ്മാവൻ എന്താ പറയുന്നത്? ശകുനി എന്താ പറയുന്നത്? യദ്യേവം വാക്യമാത്രേണ സർവക്ഷത്രവധഃ സാധ്യഃ കിം. നീ ഇങ്ങനെ കുറെ ഡയലോഗ് അടിച്ചാൽ ഞങ്ങൾക്ക് ഇപ്പൊ തട്ടിപ്പോ. നിന്റെ ഡയലോഗ് അടി കൊണ്ട് ഞങ്ങളൊക്കെ കൊല്ലാൻ പറ്റുന്നതാണോ നീ പറയുന്നത്? അതുകൊണ്ട് നീ കൂടുതൽ ഡയലോഗ് ഒന്നും അടിക്കണ്ട. വെറുതെ ഡയലോഗ് അടിച്ചാൽ ഞങ്ങൾ മരിച്ചു പോകുന്നതാണോ നീ വിചാരിക്കുന്നത് എന്ന് ഘടോത്കജനെ കളിയാക്കിക്കൊണ്ട് ആര് പറഞ്ഞു? ശകുനി പറഞ്ഞു. മനസ്സിലായോ മക്കളെ? അപ്പൊ ഘടോത്കജൻ ഉത്തരം പറയാണ്.
ശകുനിരേഷ വ്യവഹാരതി. ഓ, ആരാ ഇത്? അമ്മാവ ശകുനി അമ്മാവനോട് ഉണ്ടായിരുന്നോ? അമ്മാവനോട് ഉണ്ടായിരുന്നോ? ഞാൻ അങ്ങോട്ട് കണ്ടില്ല അല്ലെ. അമ്മാവ, ശകുനി അമ്മാവ സുഖാണോ? ശകുനി അമ്മാവനാണോ ഇപ്പൊ പറഞ്ഞത്? രേ ശകുനി, എടോ ശകുനി, എടോ ശകുനി, ത്വമക്ഷാന്തിമുഞ്ച സമരകർമ്മണി ബാണയോഗ്യം അഷ്ടാപദമേവ യുക്തമിതി ജാനീഹി. ഇതെല്ലാത്തിനും കാരണം ഈ ശകുനിയാണ് കേട്ടോ. ഇയാൾ എന്ത് ചെയ്യുന്നറിയോ? ഈ പകിട കളിക്കും. നമ്മൾ ഈ ലുഡോ കളിക്കുന്ന പോലെ പകിട 12 എന്ന് രണ്ട് അയാളുടെ അച്ഛന്റെ എല്ലുകൊണ്ട് ഉണ്ടാക്കിയ മറ്റേ ഇതുണ്ട്, അതിങ്ങനെ ചെസ് ബോർഡിലേക്ക് ഇങ്ങനെ ഇടും. അപ്പൊ ഈ കരുക്കള്, ഈ എന്താ പകിട നിങ്ങൾ പിൻവലിച്ചോളൂ. നിങ്ങളുടെ പകിട കളിയുടെ സമയമൊക്കെ കഴിഞ്ഞു, നിങ്ങൾ പകിട പിൻവലിച്ചോളൂ. ഇവിടെ എന്താണ് നടക്കാൻ പോകുന്നത്? ഇവിടെ അഷ്ടാപദമേവ, അതായത് 8 സ്റ്റെപ്പുള്ള യുദ്ധമാണ്. അപ്പൊ ഒരു ബോക്സ് ഉണ്ടാവും, നമ്മുടെ ഈ ചെസ് ബോർഡ് പോലത്തെ ബോക്സ് ഉണ്ടാവും. ഇത് യുദ്ധത്തിനും ഇതുപോലത്തെ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇനിയിപ്പോ ഇവിടെ ബാണം കൊണ്ടുള്ള കളിയാണ്, അമ്പും വില്ലും ഒക്കെയുള്ള യുദ്ധത്തിന്റെ കളിയാണ്. നിങ്ങളുടെ ക്യാരംസ് മറ്റേ നിങ്ങളുടെ നിങ്ങളുടെ ഡൈ നിങ്ങൾ പിൻവലിച്ചോളൂ. പകിട ഡൈ നിങ്ങൾ പിൻവലിച്ചോളൂ. എന്നിട്ട് സമരം ചെയ്യാൻ, യുദ്ധം ചെയ്യാൻ വേണ്ടി റെഡി ആയിക്കോളൂ. കള്ളക്കളവ അല്ലെ, കള്ള അമ്മാവ, ശകുനി അമ്മാവ എന്ന് പറയാണ്. അപ്പോ തെറിയൊന്നും വിളിച്ചില്ല കേട്ടോ. ഘടോത്കചൻ മൊത്തത്തിൽ ആക്ഷേപഹാസ്യത്തിലാണ് പറയുന്നത്. കാരണം ഇയാൾ ഒറ്റടുത്താണ് ഇതൊക്കെ കാരണം അല്ലെ. ഇയാൾ ഭയങ്കര പോയിസൺ ആണ്, വിഷമാണ്. അപ്പോ നിങ്ങൾ ഇളിച്ചോണ്ടിരിക്കാതെ യുദ്ധത്തിന് ഇറങ്ങ് അമ്മാവ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഘടോത്കചൻ ഭയങ്കര മാൻലിയാണ്. ആ ഫോട്ടോ നിങ്ങൾ കണ്ടില്ല? ഫോട്ടോ കണ്ടോ? ഭയങ്കര മാൻലിയാണ്. കാരണം ഒരു ഹിഡിംബിയയിൽ ഉണ്ടായിരുന്ന ഭീമൻ തന്നെ വലിയ ആളാണ്. അപ്പൊ ഭീമന്റെ ഹിഡിംബിയയിൽ ഉണ്ടായ കാട്ടിൽ താമസിക്കുന്ന സ്ത്രീയിലുണ്ടായ മകനാവുമ്പോൾ അവന്റെ ശരീരത്തിലൊക്കെ നല്ല ഒരു ആരോഗ്യമുള്ള ഒരു ആളാണ് നമ്മുടെ ഘടോത്കചൻ. അപ്പൊ ഘടോത്കചന് ആരെയും പേടിയൊന്നുമില്ല അല്ലെ. തത്ര ന പരധാരാഹരണം പണഹ പ്രാണാഹ ഏവ പണഹ. അവിടെ എന്തില്ല? ആ യുദ്ധത്തിൽ എന്തില്ല? പരധാരാപഹരണം, പരധാരാഹരണം. ധാര എന്ന് പറഞ്ഞാൽ ഭാര്യ, പരധാര മറ്റുള്ളവന്റെ ഭാര്യ. മറ്റുള്ളവന്റെ ഭാര്യയെ അപഹരിക്കുന്ന പരിപാടിയൊന്നും അവിടെ ഇല്ല. അവിടെ ഈ ജീവനാണ് നമ്മൾ അപഹരിക്കുക. അപ്പോ നാക്ഷൈരത്ര കേലിഹി ബാണൈരുഗ്രഫലൈഹി അവഗച്ഛ. അവിടെ നിന്റെ ഈ ക്യാരം മറ്റേ ഡൈ കൊണ്ടൊന്നുള്ള ചെസ് ബോർഡിലെ ഡൈ കൊണ്ട് കളിയൊന്നുമില്ല, പകിട കൊണ്ടുള്ള കളിയൊന്നുമില്ല, ബാണങ്ങൾ കൊണ്ടുള്ള അമ്പുകൾ കൊണ്ടുള്ള കളികൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ദുശാസനൻ ദേഷ്യം വന്നു. ദുശാസനൻ ഇവൻ ഇത്രയും പറഞ്ഞപ്പോ ശകുനി സ്വന്തം അമ്മാവനെ കളിയാക്കിയപ്പോ ആർക്ക് ദേഷ്യം വന്നു? ദുശാസനന് ദേഷ്യം വന്നു. ദുശാസനൻ എന്താ പറയുന്നത്? കോപത്തോടെ ദേഷ്യത്തോടെ പറയാണ്, ഹേ ദീർഘഹസ്ത, എടാ വലിയ കൈയുള്ളവനെ. ദീർഘഹസ്ത എന്നാണ് വലിയ കൈയുള്ളവൻ. അപ്പോ ഈ കാട്ടുവാസിയായ ഘടോത്കചന് വലിയ കൈയാണ്, നല്ല മസിലൊക്കെ ഉണ്ടല്ലേ. ഹേ ദീർഘഹസ്ത, എടാ വലിയ കൈയുള്ളവനെ, ത്വം പ്രമാണം ലംഘിത്വ രൂക്ഷം വദസി. നീ ലെവല് ക്രോസ് ചെയ്യാണ്, നിന്റെ ലിമിറ്റ് നീ ക്രോസ് ചെയ്യാണ്. യു ആർ ക്രോസിംഗ് ദ ലിമിറ്റ് അല്ലെ. ലംഘിത്വ, നീ പ്രമാണം, നീ ലിമിറ്റ് ക്രോസ് ചെയ്തിട്ട് കുറെ ഡയലോഗ് അടിക്കുന്നുണ്ട്. മര്യാദക്ക് നിർത്തിക്കോ, ഇത് എന്റെ കൊട്ടാരാണ്, മര്യാദക്ക് നിർത്തിക്കോ. യദി തേ മാതൃപക്ഷോഗ്രൂപോ ദർപ്പശ്ചേത് വയമപി രാക്ഷസോഗ്ര സ്വഭാവാഹ രൗദ്രാഹ ഭവാമഹ. നീ നിന്റെ അമ്മയുടെ സ്വഭാവം ഇവിടെ എടുക്കാൻ നിൽക്കണ്ട. നിന്റെ അമ്മ കാട്ടിൽ താമസിക്കുന്ന രാക്ഷസി ഹിഡിംബയാണല്ലോ. അപ്പൊ നീ നിന്റെ അമ്മയുടെ കാട്ടുവാസി സ്വഭാവം, രാക്ഷസ സ്വഭാവം ഒന്നും ഞങ്ങളടുത്ത് എടുക്കാൻ നിൽക്കണ്ട. നീ അങ്ങനെ ദേഷ്യപ്പെടാൻ തുടങ്ങിയാൽ ഞങ്ങളും ദേഷ്യപ്പെടും. ദൂതന്മാരെ കൊല്ലുന്ന ശീലം ഞങ്ങൾക്കില്ല, പക്ഷെ നിന്നെ വേണമെങ്കിൽ ഞങ്ങൾ കൊല്ലും എന്നൊരു മട്ടിലാണ് ദുര്യോധനൻ സംസാരിച്ചത്. അപ്പോ ഇവിടെ മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. കാരണം ഭീമന്റെ മോനാണെങ്കിലും ഘടോത്കചൻ ബേസിക്കലി കാട്ടിലത്തെ സ്ത്രീയിൽ ഉണ്ടായിരുന്ന മകനാണ്. കാട്ടുജാതിക്കാരിയായ രാക്ഷസിയായ ഹിഡിംബയിൽ ഉണ്ടായിരുന്നതാണ്. അപ്പൊ രാക്ഷസ സ്വഭാവം, ഒരു കാടൻ സ്വഭാവം ഘടോത്കചൻ ഉണ്ട് എന്നാണ് ദുര്യോധനൻ പറയുന്നത്. അപ്പൊ നീ നിന്റെ അമ്മയുടെ സ്വഭാവം എടുക്കാൻ നിൽക്കണ്ട മോനെ എന്ന് പറഞ്ഞിട്ട് ചീത്ത വിളിക്കാണ്. അപ്പൊ ഘടോത്കചൻ പറയാണ്, ശാന്തം ശാന്തം പാപം രാക്ഷസേഭ്യോപി ഭവന്ത ഏവ ക്രൂരതമാഹ. അയ്യോ, നിങ്ങൾ എന്താ പറയുന്നത്? ഞങ്ങളാണോ രാക്ഷസന്മാര്? ഞങ്ങൾ ഭയങ്കര ദേഷ്യം ഉള്ള ആൾക്കാരാണോ? ഞങ്ങൾ നിങ്ങളത്ര ചെറ്റകളല്ല മോനെ ദുര്യോധന. ഞങ്ങളെക്കാളും രാക്ഷസ സ്വഭാവമുള്ള ചെറ്റത്തരം കയ്യിലുള്ള ദുഷ്ടന്മാരാണ് നിങ്ങൾ എന്ന് നമ്മളുടെ ഘടോത്കചൻ പറയാണ്. ദുര്യോധനോട് ഘടോത്കചൻ എന്താ പറയുന്നത്? ഞാൻ സമ്മതിച്ചു, ഞാൻ കാട്ടിൽ ജനിച്ചതാ. എന്റെ അമ്മ കാട്ടാളത്തിയാണ്, കാട്ടുവാസിയാണ്. എന്റെ അമ്മ രാക്ഷസി ഹിഡിംബയാണ്. പക്ഷെ ഞങ്ങളെക്കാളും കൂതറയാണ് നിങ്ങൾ. എന്താ ഞാൻ പറഞ്ഞിരണോ? ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരണോ? കുതഹ, കാരണം എന്താ? കാരണം പറയാണ്, ബിക്കോസ്
നതു ജതു ഗൃഹേ സുപ്താൻ ഭ്രാതൃൻ ദഹന്തി നിശാചരാഃ ശിരസി ന തഥാ ഭ്രാതുഃ പത്നീം സ്പൃശന്തി നിശാചരാഃ. എന്താ പറയുന്നത്? നതു ജതു ഗൃഹേ സുപ്താൻ ഭ്രാതൃൻ ദഹന്തി നിശാചരാഃ. നിശാചരന്മാരെന്ന് പറഞ്ഞാൽ രാക്ഷസന്മാര്. ഞങ്ങൾ രാക്ഷസന്മാര് നതു ജതുഗൃഹേ, ജതുഗൃഹത്തിൽ സുപ്താൻ. ജതുഗൃഹം എന്ന് പറഞ്ഞാല് അരക്കില്ലം എന്നാണ് മലയാളം പറയാ. അതായത് ഈ പാണ്ഡവരും കൗരവരും യുദ്ധം ഉണ്ടായ സമയത്ത് പാണ്ഡവരെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു മെഴുക്, വാക്സ്, അതായത് വേഗം തീ പിടിക്കുന്ന ഒരു മെറ്റീരിയൽ കൊണ്ട് ഒരു വീട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വീട്ടിൽ ഇവരെ താമസിപ്പിച്ചു, ഈ പാണ്ഡവരെ. എന്നിട്ട് ആ വീട്ടിന് തീ കൊളുത്തി. അപ്പൊ വീട് കത്തിപ്പോവല്ലോ. വേഗം തീ പിടിക്കുന്ന മെറ്റീരിയൽ കൊണ്ടാണ് വീട് ഉണ്ടാക്കിയത്. സിമെന്റും ഇതൊന്നും അല്ല. കാണുമ്പോൾ തന്നെ നല്ല ബ്യൂട്ടിഫുൾ വീടാണ്, പക്ഷെ അതിലെ ഉള്ളിൽ മെഴുകാണ്. അപ്പൊ അത് വേഗം തീ പിടിക്കും. അരക്കില്ലം എന്നാണ് മലയാളം കേട്ടോ. അപ്പോ അരക്കില്ലം എന്ന് വിളിക്കുന്ന ഈ വാക്സ്, മെഴുക് പോലത്തെ അല്ലെങ്കിൽ വേഗം തീ പിടിക്കുന്ന മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയ ഈ വീട്ടിൽ ഇവരെ കള്ളത്തരത്തിൽ താമസിപ്പിച്ചിട്ട് അവരറിയില്ല. അവരുറങ്ങുമ്പോൾ ഇതിന് തീ കൊടുത്തു. അവരവിടുന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടതാണ്. ആ വീടൊക്കെ കത്തിച്ചാമ്പലായി. അപ്പോ നിങ്ങളെ ആലോചിച്ച് നോക്ക്, നിങ്ങളെ ഒരു പുതിയ വീട്ടിൽ താമസിപ്പിച്ചിട്ട് അവിടെ ചുറ്റും തീ കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? അത് പുല്ല് മേഞ്ഞ വീടാണെങ്കിൽ മൊത്തം കത്തിപ്പോവില്ലേ? അതുപോലെ മൊത്തം കത്തിപ്പോകുന്ന ഒരു വീട് ഉണ്ടാക്കിയിരുന്നു, അരക്കില്ലം ഉണ്ടാക്കിയിരുന്നു. ആ അരക്കില്ലം ഉണ്ടാക്കിയ ഗാന്ധീവ വനത്തിൽ, ആ അരക്കില്ലം ഉണ്ടാക്കിയ ഗാന്ധവ വനത്തിൽ, ആ അരക്കില്ലം ഉണ്ടാക്കിയ പിന്നെ ഉണ്ടാക്കിയിട്ട് ഉറങ്ങുന്ന സമയത്ത് സുപ്താൻ ഉറങ്ങുന്ന സമയത്ത് സ്വന്തം ബ്രദേഴ്സിനെ, ഭ്രാതൃൻ സ്വന്തം ബ്രദേഴ്സിനെ ദഹന്തി, തീയിലിട്ട് ചുടുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല. അത് നിന്റെ സ്വഭാവമാണ് ദുര്യോധന. നീ പറഞ്ഞല്ലോ ഞാൻ കാട്ടുജാതിക്കാരനാണ്, ഞാൻ രാക്ഷസിയുടെ മോനാണ്, ഞാൻ ഹിഡിംബയുടെ മോൻ ഘടോത്കജനാണ്, സമ്മതിച്ചു. പക്ഷെ ഞങ്ങള് സ്വന്തം ബ്രദേഴ്സ് ഉറങ്ങുമ്പോ അവരുടെ വീടിന് തീ വെക്കൂല നിന്നെ പോലെ. നതു ജതു ഗൃഹേ സുപ്താൻ, വാക്സ് ഹൗസിൽ ഉറങ്ങുന്ന ഭ്രാതൃൻ ദഹന്തി, ഏട്ടന്മാരെ അനിയന്മാരെ ബ്രദേഴ്സിനെ നിശാചരഹ ന ദഹന്തി, ഞങ്ങള് നിശാചരന്മാര്. രാത്രി സഞ്ചരിക്കുന്നവരാണ് രാക്ഷസൻ. അപ്പം ഈ രാത്രി സഞ്ചാരികളായ ഞങ്ങൾ രാക്ഷസന്മാര് നിങ്ങളെ ചെയ്ത പോലെ സ്വന്തം പ്രദേശിനെ തീയിലിട്ട് ചുടൂല മോനെ എന്ന് പറഞ്ഞു. പിന്നെന്താ പറയുന്നത്? ശിരസീന തഥാ ഭ്രാതുഹു പത്നീം സ്പൃശന്തി നിശാചരാഹ. ഞങ്ങൾ എന്ത് ചെയ്യില്ല? ശിരസി ന തഥാ ഭ്രാതുഹു പത്നീം സ്പൃശന്തി നിശാചരാഹ. ഞങ്ങൾ രാക്ഷസന്മാര്, ഞങ്ങൾ നിശാചരന്മാർ എന്ത് ചെയ്യില്ല? ഭ്രാതുഹു പത്നിയും, സ്വന്തം ബ്രദറിന്റെ ഭാര്യയുടെ, ഭ്രാതുഹു ബ്രദറിന്റെ, പത്നിയും ഭാര്യയുടെ, സ്വന്തം ബ്രദറിന്റെ ഭാര്യയുടെ ശിരസി തലയില്, ന സ്പൃശന്തി തലയിൽ തൊടൂല എന്ന് പറഞ്ഞാല് സ്വന്തം ബ്രദറിന്റെ മുടിയിൽ പിടിക്കില്ല. നിന്റെ അനിയൻ ദുശാസനൻ സ്വന്തം ബ്രദേഴ്സിന്റെ, പാണ്ഡവന്മാരുടെ മക്കളായ പാഞ്ചാലിയുടെ, ദ്രൗപദിയുടെ തലയില് മുടിയിൽ പിടിച്ച് വലിച്ചു കൊണ്ടുവന്നിട്ടല്ലേ പാലസിലിട്ട് അവളുടെ സാരി വലിച്ചൂരിയത്. അപ്പോ ഞങ്ങൾ രാക്ഷസന്മാര് നിന്നെക്കാളും സൂപ്പറാ. ഞങ്ങള് നിങ്ങളത്ര ചെറ്റകളല്ല. ഞങ്ങള് സ്വന്തം ബ്രദറിന്റെ തലയില്, സ്വന്തം ബ്രദറിന്റെ ഭാര്യയുടെ തലമുടിയിൽ പിടിച്ച് വലിച്ചു കൊണ്ടുവരൂല മോനെ ദുര്യോധന എന്നാണ് പറയുന്നത്. ഈ സ്റ്റാൻസ, ഈ പദ്യം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതിന്റെ അന്വയം നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കും. ഇതിന്റെ അന്വയം ടെക്സ്റ്റ് ബുക്കിൽ അടുത്ത പേജിലൊക്കെ ഉണ്ട്, അത് പഠിക്കണം. അതൊരു ചോദ്യമാണ്. അപ്പൊ ശിരസി ന തഥാ ഭ്രാതുഹു, തലയിൽ തൊടില്ല. പിന്നെന്താ പറയുന്നത്? നചസുതവധം സംഖ്യേ വൃത്തം സ്മരന്തി നിശാചരാഹ. ഞങ്ങൾ എന്തേയില്ല? സുതവധം സംഖ്യേ, സംഖ്യ എന്ന് പറഞ്ഞാല് സംഗ്രാമം, യുദ്ധത്തില്, യുദ്ധത്തില് ഞങ്ങൾ എന്തേയില്ല? മകനെ കൊല്ലില്ല. സുതം എന്ന് പറഞ്ഞാൽ മകൻ, മോൻ. വധം മർഡർ. സ്വന്തം മോനെ യുദ്ധത്തിൽ ഞങ്ങള് കൊല്ലില്ല. വട്ടത്തില് പത്മവ്യൂഹത്തില് പാവം അഭിമന്യു, അർജുനന്റെ മകൻ അഭിമന്യു ആരാണ്? നിന്റെയും മോനെ പോലെയാ. നിന്റെ ബ്രദറല്ലേ അഭിമന്യു? എടാ ദുര്യോധന, നിന്റെ അച്ഛന്റെ അനിയന്റെ മോനല്ലേ അർജുനൻ? ആ അർജുനന്റെ മോനല്ലേ അഭിമന്യു എന്ന് പറഞ്ഞാൽ നിന്റെ മോനെ പോലെയല്ലേ അഭിമന്യു? സ്വന്തം മക്കളെ ഞങ്ങൾ കാട്ടാളന്മാര് കൊല്ലൂല നിങ്ങളെ പോലെ. ഞങ്ങളിപ്പോ കാട്ടാളന്മാര് വലിയ എന്തോ മോശമെന്ന് നീ പറഞ്ഞില്ലേ? ഞങ്ങള് നിന്നെക്കാളും നല്ലതാണ്. ഞങ്ങള് നിങ്ങളെ പോലെ സ്വന്തം മക്കളെ യുദ്ധത്തിൽ കൊല്ലൂല. വികൃത വപുഷോപ്യുഗ്രാചാര ഗൃണാനതു വർജിത. വികൃത വപുഷോ അപി ഉഗ്രാചാര. ഞങ്ങള് കാണാൻ കുറച്ച് കാട്ടുജാതിക്കാരായതുകൊണ്ട് ഞങ്ങൾ വികൃതന്മാരായിരിക്കും, അല്ല നിങ്ങളെ പോലെ സുന്ദരന്മാരായിരിക്കൂല. ഞങ്ങളെ കാണാൻ കുറച്ച് വികൃതന്മാരായിരിക്കും. വികൃത വപുഷ, ഞങ്ങളുടെ ശരീരം വപുഹു, ശരീരം കാണാൻ കുറച്ച് വികൃതമൊക്കെ ആയിരിക്കും ചിലപ്പോ.
ഞങ്ങള് ഉഗ്രാചാരന്മാരായിരിക്കും, ഞങ്ങളുടെ ആചാരങ്ങളൊക്കെ ഉഗ്രമായിരിക്കും, പക്ഷെ ഞങ്ങള് നിങ്ങളെ പോലെ ഘൃണാന തുവർജിത, ദയയില്ലാത്തവരല്ല. ഞങ്ങള് ദയ, സ്നേഹം ഉപേക്ഷിച്ചിട്ട് നടക്കുന്ന ആൾക്കാരല്ല. ഞങ്ങൾക്ക് മറ്റുള്ളവരോട് ദയ ഉണ്ട്, സിമ്പതി ഉണ്ട്, എമ്പതി ഉണ്ട്. നിങ്ങളെ പോലെ ഞങ്ങള് ചെറ്റകളല്ല എന്നാണ് മെസ്സേജും കൊണ്ട് വന്ന ആര് പറഞ്ഞത്? ഘടോത്കജൻ ദുര്യോധനനോട് പറഞ്ഞത്. ഇത്രയും കേട്ട ദുര്യോധനന് ദേഷ്യം വരൂലേ? ദുര്യോധനൻ എന്നിട്ട് എന്താ പറഞ്ഞത്? ദുര്യോധനൻ പറയാണ്, ന ത്വം യുദ്ധാർത്ഥമാഗതഃ ദൂതഃ ഖലു ഭവാൻ ഗൃഹീത്വാ ഗച്ഛ സന്ദേശം. എടാ നീ യുദ്ധത്തിന് വന്നാണോ? നീ കൂടുതൽ ഡയലോഗൊന്നും അടിക്കണ്ട കേട്ടോ. നീ കുറെ നേരമായി തുടങ്ങിയിട്ട്. നീ പാട്ടൊക്കെ പാടി, ഇപ്പൊ ശ്ലോകങ്ങളൊക്കെ ചൊല്ലി, നീ കുറെ നേരമായി വന്നിട്ട്, ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു നേരം ആയി. നീ ആരാ? നീ യുദ്ധത്തിന് വന്നാണോ? അല്ലല്ലോ. ന ത്വം യുദ്ധാർത്ഥമാഗതഃ, നീ യുദ്ധം ചെയ്യാൻ വന്നതല്ല. നീ ആരാണ്? ദൂതഃ ഖലു ഭവാൻ, നീ ഒരു ദൂതനാണ്, നീ ഒരു മെസ്സഞ്ചറാണ്. നീ കൂടുതൽ ഞങ്ങളെ പഠിപ്പിക്കാൻ നിൽക്കണ്ട. ഞങ്ങളെ ദൂതന്മാരെ കൊല്ലാറില്ല, പക്ഷെ ഇനി ഡയലോഗ് അടിച്ചാൽ വേണമെങ്കിൽ നിന്നെ കൊല്ലും. അപ്പൊ അതുകൊണ്ട് നീ എന്ത് ചെയ്യാ? മര്യാദക്ക് വണ്ടി വിട്ടോ, സ്ഥലം വിട്ടോ എന്ന് ആര് പറഞ്ഞു? ദുര്യോധനൻ പറഞ്ഞു. ഗൃഹീത്വ ഗച്ഛ സന്ദേശം, മെസ്സേജും കൊണ്ടല്ലേ വന്നത്. ആ കൃഷ്ണന്റെ മെസ്സേജും കൊണ്ടല്ലേ വന്നത്. മെസ്സേജ് കൊടുത്തിട്ട് വേഗം വണ്ടി വിട്ടോളാൻ പറഞ്ഞു. ഗച്ഛ ഗൃഹീത്വ സന്ദേശം, മെസ്സേജ് ഇവിടെ വിട്ടിട്ട് ഗച്ഛ പോയിക്കോളാൻ പറഞ്ഞു. അപ്പൊ ഘടോത്കജന് ദേഷ്യം വന്നപ്പോ ഘടോത്കജൻ എന്താ പറയുന്നത്? സക്രോധം, വളരെ ദേഷ്യത്തോടെ എന്താ പറഞ്ഞത്? കിം ദൂത ഇതി മാം പ്രദർശയസി. ഓഹോ, നീ എന്നെ ദൂതൻ എന്ന് വിളിച്ച് കളിയാക്കുകയാണല്ലേ? ഞാൻ യുദ്ധത്തിനല്ല വന്നത്, ഞാൻ മെസ്സേജും കൊണ്ടാണ് വന്നത്. അപ്പൊ ഞാൻ മെസ്സേജും കൊണ്ട് വന്ന ഏതോ മോശപ്പെട്ട ആളാണെന്ന് പറഞ്ഞിട്ട് നീ എന്നെ കളിയാക്കുകയാണല്ലേ? ഞാൻ മെസ്സഞ്ചർ ആണെന്ന് പറഞ്ഞിട്ട് നീ എന്നെ കളിയാക്കുകയാണല്ലേ? കിം ദൂത ഇതി മാം പ്രദർശയസി എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഇൻസൾട്ട് ചെയ്യാന്നുള്ളൊരു മീനിങ്ങിൽ എടുത്താൽ മതി. നീ എന്നെ ദൂതൻ എന്ന് വിളിച്ച് ഇൻസൾട്ട് ചെയ്യാണോ? അലംവ്യോ വ്യവസായന, സ്റ്റോപ്പ് യുവർ ബിസിനസ്. നീ നിന്റെ പരിപാടിയെ നിർത്തിക്കോ, കച്ചവടം നിർത്തിക്കോ. ഞാൻ ഇപ്പോ എന്താ പറയുക, ഞാൻ മെസ്സഞ്ചർ അല്ല, ഞാൻ യുദ്ധത്തിന് വന്നതാ. ഞാൻ മെസ്സഞ്ചർ അല്ല, നീ ഇനി എന്നെ യുദ്ധത്തിന് വന്ന ആളാന്ന് വിചാരിച്ചോളൂ, ബാ നമുക്ക് യുദ്ധാക്കാം. അപ്പൊ നമ്മൾ പറയാറില്ലേ, തമാശക്ക് പറയാറില്ലേ, എന്താണ്, നീ ഓക്കെ, ഞാൻ അത് അങ്ങനെ കൊണ്ടാണോ നീ എന്നെ തല്ലാത്തത്? ഞാൻ എന്താ, എന്റെ കയ്യിൽ തോക്കിലുകൊണ്ടാണോ നീ തല്ലാത്തത്? ഞാൻ തോക്കെടുത്ത് മാറ്റി വെച്ച് ഇപ്പൊ എന്റെ കയ്യിൽ തോക്കില്ല, ബാ തല്ല്, നമുക്ക് കൈ കൊണ്ട് തച്ച് തീർക്കാം, ബാള തച്ച് തീർക്കുക എന്ന് അറിയില്ലേ? അങ്ങനെ കളിയാക്കിക്കൊണ്ട് ആര് പറഞ്ഞു? ഘടോത്കജൻ പറഞ്ഞു. ഞാനിപ്പോ ദൂതനാകൊണ്ടാണോ നീ എന്നെ കളിയാക്കുന്നത്? ഞാനിപ്പോ ദൂതനല്ല അങ്ങോട്ട് വിചാരിക്കുക അല്ലെ? മറ്റേ കുളിമുറിയിലേക്ക് വെള്ളം വെക്കാൻ മറ്റേ നന്ദനം സിനിമ പറഞ്ഞ പോലെ അടുപ്പ് കത്തിച്ചു എന്നങ്ങ് വിചാരിക്കുക. അതുപോലെ ഞാനിപ്പോ ദൂതനല്ല എന്നങ്ങ് വിചാരിക്കുക. നീ ബാടാ, നീ ധൈര്യം ഉണ്ടെങ്കിൽ വന്ന് എന്നെ തല്ലിടാ എന്ന മാതിരി നമ്മുടെ ഘടോത്കജൻ പറഞ്ഞു. ജാഛേദാത് ദുർബലോഭിമന്യുനാർഹം, ഞാൻ അഭിമന്യു അല്ല, അഭിമന്യുനാർഹം ജാഛേദാത്, ഞാൻ ദുർബലനായ അഭിമന്യു അല്ല. നിന്റെ പത്മവ്യൂഹത്തിൽ നിന്റെ അമ്പും വില്ലും ആ ചങ്ങലൊക്കെ പൊട്ടിച്ചിട്ട് തളർന്നു വീണ ദുർബലനായ അഭിമന്യു അല്ല ഞാൻ. നീ അഭിമന്യുവിനെ, നിങ്ങളെല്ലാരും കൂടി ആ പാവം അഭിമന്യുവിനെ കൊന്നില്ലേ? അതുപോലെ അമ്പും വില്ലും ചങ്ങലയും ചക്രവ്യൂഹം പത്മവ്യൂഹം ഒക്കെ പൊട്ടിച്ച് തകർത്ത് രക്ഷപ്പെടാത്ത ദുർബലനായ അഭിമന്യു അല്ല ഞാൻ എന്താണ്, ഞാൻ അത്ര ധൈര്യമില്ലാത്ത ദുർബലനൊന്നും അല്ല. ഞാൻ അഭിമന്യുവിനെ പോലെ പാവം കുട്ടിയൊന്നും അല്ല മോനെ. ഞാൻ എന്നെ നിനക്ക് അറിയില്ല, നീ ധൈര്യം ഉണ്ടെങ്കിൽ നീ ബാ എന്ന് പറഞ്ഞു. തിഷ്ഠത്യേവ ഘടോത്കജ, ഇതാ ഞാൻ ഇവിടെ നിൽക്കുകയാണ്. തിഷ്ഠത്യേഷ ഘടോത്കജ, ഞാൻ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. ഏഷഹ എന്ന് പറഞ്ഞാൽ അത് പ്രഥമ പുരുഷ ഏകവചനാണ് അല്ലെ? ഇതാ ഞാൻ ഈ ഘടോത്കജൻ ഇതാ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നു. ഉത്തിഷ്ഠതു പുമാൻ കശ്ചിത് ഗന്തുമിച്ഛൻ യമാലയം, യമാലയം യമന്റെ വീട്, യമപുരി എന്ന് പറഞ്ഞാൽ കാലന്റെ വീട്. നമ്മൾ മരിച്ചു കഴിയുമ്പോൾ കാലന്റെ അടുത്തേക്കാ പോവാ. കാലനാണ് നമ്മളെ കൊണ്ടുപോവാന്നാണ് പറയാ. അപ്പോ മരിക്കുന്ന സമയത്ത് വരുന്ന ദേവനാണ് യമദേവൻ. അപ്പൊ യമദേവന്റെ വീട്ടിലേക്ക്, അതായത് മരിച്ചു കഴിഞ്ഞാൽ പോകുന്ന സ്വർഗം നരകമൊക്കെ ഇല്ല, അതുപോലെ മരിച്ചു കഴിഞ്ഞിട്ട് യമന്റെ വീട്ടിലേക്കാ പോവാ. യമന്റെ വീട്ടിലേക്ക് പോകാൻ റെഡി ആയിട്ടുള്ള പുമാൻ കശ്ചിത്, ആരെങ്കിലും ആണായി പറഞ്ഞ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഉത്തിഷ്ഠതു, എണീറ്റിട്ട് വാടാ. എങ്ങോട്ട്? നിങ്ങൾക്ക് കാലന്റെ പുരിയിലേക്ക് പോവാം, യമന്റെ വീട്ടിലേക്ക് പോവാം. നിങ്ങളൊക്കെ ഞാനിപ്പം പടമാക്കാം, പെട്ടി പാക്ക് ചെയ്ത് തരാം എന്ന് ഘടോത്കജൻ വെല്ലുവിളിക്കുകയാണ് ദുര്യോധനനെ. അപ്പൊ ധൃതരാഷ്ട്ര, കണ്ണു കാണാത്ത ധൃതരാഷ്ട്ര ഇതൊക്കെ കേട്ടോണ്ട് പാവൻ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. വയസ്സായ അമ്മാവനല്ല അപ്പൂപ്പൻ, നമ്മുടെ മുതുമുത്തച്ഛനായ ധൃതരാഷ്ട്ര അവിടെ ഇരിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ധൃതരാഷ്ട്രയുടെ മകൻ ആണ് ഏകദേശം അർജുനൻ, അതായത് ധൃതരാഷ്ട്രന്റെ അനിയന്റെ മകനാണ് അർജുനൻ. അപ്പൊ ധൃതരാഷ്ട്രയുടെ അനിയന്റെ മകനാണ് ഭീമനും. അപ്പൊ ഭീമന്റെ മകനാണ് ഘടോത്കജൻ. അപ്പൊ ധൃതരാഷ്ട്രയുടെ മകന്റെ സ്ഥാനത്താണ് ആര്?
പേരക്കുട്ടിയുടെ സ്ഥാനത്താണ് ആര്? ഘടോത്കചൻ അല്ലെ. ഘടോത്കജന്റെ അച്ഛൻ ഭീമൻ, ഭീമന്റെ വലിയച്ഛൻ ധൃതരാഷ്ട്രർ. അപ്പൊ പേരക്കുട്ടിയെ വിളിച്ച് പറയാണ്, ഗ്രാൻഡ് സണ്ണിനെ വിളിച്ച് പറയാണ്, പൗത്ര മോനെ, പേരക്കുട്ടി മോനെ, കുഞ്ഞി ഘടോത്കജ മോനെ, ഘടോത്കജ മർഷതു മർഷതു ഭവാൻ, സോറി നീ ക്ഷമിക്കൂ, എക്സ്ക്യൂസ് ചെയ്യൂ, നീ ക്ഷമിക്കൂ, ഫോർഗിവ് എന്ന് പറയാണ്, നീ ക്ഷമിക്കൂ, മദ്വചനാവഗന്ത ഭവ, നീ എന്റെ വാക്ക് കേൾക്കൂ, മദ്വചന അവഗന്ത ഭവ, നീ എന്റെ വാക്ക് കേൾക്കൂ, നീ ഞാൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കൂ, പ്ലീസ് പേ അറ്റൻഷൻ ടു മീ, നീ വയസ്സായ മുത്തച്ഛൻ പറയുന്നത് ഒന്ന് കേൾക്കൂ മകനെ, നീ ഈ കുട്ടികളോട് ക്ഷമിക്കൂ എന്ന് പറയാണ്. അപ്പൊ ഘടോത്കജൻ പറയാണ്, നശക്നോമി രോഷം ധാരയിതും, എനിക്ക് ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല മുത്തച്ഛ, എനിക്ക് ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല. തഥാപി, എന്നാലും പിതാമഹവചനാത് ദൂത ഏവാസ്മി കിമിതി വിജ്ഞാപ്യസ്തത്ര ഭവാൻ നാരായണഃ, എന്നാലും ഞാൻ ആരാണ്? ഞാൻ ദൂതനാണല്ലോ. അപ്പൊ ഞാൻ അങ്ങയുടെ വാക്ക് കേൾക്കണ്ടേ, അങ്ങ് പറയുന്നത് കേൾക്കണം. എനിക്ക് നാരായണനോട് പോയി പറയാനുള്ളതാണ്. നാരായണന് പറയാനുള്ളത് ഇവിടെ പറയുക, ഇവിടെ പറയാനുള്ളത് അവിടെ പറയുക. അതാണ് എന്റെ പണി. എനിക്ക് ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ മോന്റെ വർത്താനം കണ്ടിട്ട് എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് മുത്തച്ഛ. എന്നാലും ഞാൻ ദൂതനായിപ്പോയില്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഉണർത്തിക്കാനുള്ളത്? അങ്ങേക്ക് പിതാമഹ ധൃതരാഷ്ട്രേ, അങ്ങേക്ക് എന്താണ് മൊഴിയാനുള്ളതെന്ന് വെച്ചാൽ തിരുവായ തുറന്ന് മൊഴിയൂ, ഞാൻ നാരായണനോട് പോയിട്ട് പറയാം എന്ന് മുത്തച്ഛനോട് ഘടോത്കജൻ റെസ്പെക്റ്റോടെ പറഞ്ഞു. അപ്പൊ ദുര്യോധന എന്താ പറയുക? ദുര്യോധനാണ് പറയുന്നത്. ധൃതരാഷ്ട്ര പിന്നെയും മിണ്ടുന്നില്ല കേട്ടോ. അച്ഛൻ സംസാരിക്കുന്നതിനിടയിൽ മോൻ കയറി പറയാണ്, മദ്വചനാദേവം സ വക്തവ്യഃ. അവന്റെ ശ്രീകൃഷ്ണന്റെ വർത്താനം കൊണ്ട് അവൻ പിന്നെയും വന്നു. വ്യർത്ഥം കിം ബഹുഭാഷസേ ത്വം പാണ്ഡവൈ സഹ തിഷ്ഠേ. ഞാൻ പറയാം ശ്രീകൃഷ്ണനോട് എന്താ പറയാനുള്ളത്. അച്ഛൻ പറയണ്ട. അച്ഛൻ പറയുന്നതിന് മുമ്പ് മോൻ കയറി പറഞ്ഞു. ദുര്യോധനൻ പറഞ്ഞു അവനോട്, ആരോട്? കൃഷ്ണനോട്. അവിടെ ബഹുമാനമൊന്നും ഇല്ല കേട്ടോ. ചക്രപാണിന്നോ നാരായണനോ ഭഗവാനെന്നോ ഒന്നും വിളിക്കുന്നില്ല. ദുര്യോധനന് കൃഷ്ണനെ ഇഷ്ടമല്ല. അപ്പൊ ദുര്യോധനൻ കൃഷ്ണനെ പുച്ഛിച്ചുകൊണ്ട് പറയാണ്, അവനോട് പറയാനുള്ളത് ഞാൻ പറയാം. അവനോട് നീ പോയി പറ. ആരോട്? ആ കൃഷ്ണനോട് നീ പോയി പറ. വ്യർത്ഥം കിം ബഹുഭാഷസേ, നീ കൂടുതൽ ഡയലോഗ് അടിക്കൊന്നും വേണ്ട മോനെ കൃഷ്ണ, നീ പോയി പറ കൃഷ്ണനോട്. കൃഷ്ണൻ വലിയ ഡയലോഗ് അടിച്ചല്ലോ. ഒരു മകൻ മരിക്കുമ്പോഴേക്കും അർജുനൻ ഇത്ര വിഷമം, 100 മക്കൾ മരിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര വിഷമാവും, മര്യാദക്ക് നിങ്ങൾ യുദ്ധത്തിൽ നിന്ന് പിന്മാറിക്കോളൂ എന്നൊക്കെ കൃഷ്ണൻ പറഞ്ഞ്, കൃഷ്ണനോട് നീ പോയിട്ട് തിരിച്ച് പറ, ഞങ്ങളെ പേടിപ്പിക്കാൻ നിൽക്കണ്ട കൃഷ്ണ, നീ കൂടുതൽ ഡയലോഗ് അടിക്കാൻ നിൽക്കണ്ടെന്ന്, എനിക്ക് എന്നെ ശരിക്കും അറിയില്ല കൃഷ്ണ, നിനക്ക് ഈ ദുര്യോധനനെ ശരിക്കും അറിയില്ല. ത്വം പാണ്ഡവൈഹി സഹതിഷ്ഠ, നീ എവിടെ ഇരുന്നോ? നീ ആ പാണ്ഡവന്മാരുടെ കൂടെ തന്നെ ഇരുന്നോ. സഹതിഷ്ഠ, അവരുടെ കൂടെ തന്നെ ഇരുന്നോ, ആ പാണ്ഡവന്മാരുടെ കൂടെ തന്നെ ഇരുന്നോ. എനിക്ക് നിന്നെ കൊണ്ട് ഒരു ഹെൽപ്പും വേണ്ട. നീ എന്നെ കൂടുതൽ ഡയലോഗ് അടിച്ച് പേടിപ്പിക്കാൻ നിൽക്കണ്ട. തേ പ്രതിവചഃ യുദ്ധേ സായകൈർ ദാസ്യാമി ഇതി. വൈ ഡു യു ടോക്ക് സംതിങ് അൺനെസസറി? നീ കൂടുതൽ ആവശ്യമില്ലാതൊന്നും സംസാരിക്കണ്ട. ഓക്കെ, യു സ്റ്റേ വിത്ത് പാണ്ഡവാസ് വെൻ യു ആർ ഗോയിങ് ടു പ്രൊക്ലൈം വാർ. നീ ഇപ്പൊ യുദ്ധത്തിന് ഓർഡർ ഇട്ടല്ലോ, നീ ഇനിയിപ്പോ യുദ്ധത്തിന് തുടങ്ങുകയാണെങ്കിൽ, നീ ഞങ്ങളെ പേടിപ്പിച്ചല്ലോ, ഞങ്ങളുടെ 100 മക്കളെ കൊല്ലും, ഞങ്ങളെ 100 പേരെ കൊല്ലും എന്നൊക്കെ. അപ്പൊ നീ അങ്ങനെ ഞങ്ങളെ 100 പേരെ കൊല്ലാൻ റെഡിയാ, പിന്നെ യുദ്ധത്തിനുള്ള ഒരു യുദ്ധ വിളംബരം, ഒരു അനൗൺസ്മെന്റ് നീ ചെയ്ത സ്ഥിതിക്ക് നീ റെഡിയായിരുന്നോളൂ. എന്റെ അമ്പും വില്ലും സായകം, എന്റെ അമ്പും വില്ലും ഇതിന് നിനക്ക് മറുപടി തരും. കണ്ടിന്യൂസ് ആയിട്ട് എന്റെ അമ്പും വില്ലും നിനക്ക് ഇതിന് മറുപടി തരും. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അമ്പയക്കും, നിർത്താതെ അമ്പും വില്ലും അമ്പയക്കാൻ, മിസൈൽ അയക്കാൻ, അല്ലെ, ഷൂട്ട് ചെയ്യാൻ എനിക്ക് പറ്റും. അതുകൊണ്ട് നീ കൂടുതൽ ഡയലോഗ് അടിച്ച് എന്നെ പേടിപ്പിക്കണ്ട എന്ന് പറഞ്ഞു. അതാണ് മെസ്സേജ്, തിരിച്ച് അങ്ങോട്ടേക്കുള്ള മെസ്സേജ്. അപ്പൊ ഘടോത്കജൻ പറയാണ്, പിതാമഹ ഏഷ ഗച്ഛാമി, ഞാൻ പോവുകയാണ് മുത്തച്ഛ. അപ്പൊ മുത്തച്ഛ എന്താ പറഞ്ഞത്? ധൃതരാഷ്ട്രൻ എന്താ പറയുന്നത്? ഗച്ഛ ഗച്ഛ വത്സ, മോനെ വത്സ. വത്സ എന്ന് പറഞ്ഞാല് മകനെ, വത്സ, ഗച്ഛ ഗച്ഛ വത്സ, VATSA, പൊയ്ക്കോളൂ മകനെ, പൊയ്ക്കോളൂ എന്ന് പറയണം. ഓക്കെ, അങ്ങനെ ഘടോത്കജൻ അവിടുന്ന് പോവാണ്. ഇത്രേ ഉള്ളൂ നമ്മുടെ ഭാസൻ എഴുതിയ ദൂത ഘടോത്കജം എന്ന ഡ്രാമയിൽ നിന്നും കൺക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ എടുത്ത ധീരോ ദൂതഃ എന്ന പാഠം. ധീരനായ ദൂതൻ, നല്ല ധൈര്യമുള്ള ദൂതൻ. ഇനി അതിലെ വാക്കുകൾ എങ്ങനെ മുറിക്കാം, പദച്ഛേദം എങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത്. യുധിഷ്ഠിരാദയശ്ച, യുധിഷ്ഠിരാദയ പ്ലസ് ച, യുധിഷ്ഠിരാദയ പ്ലസ് ചായാണ് യുധിഷ്ഠിരാദയശ്ച. ഗുരവോ ഭവന്തം, ഇതിന്റെ മീനിങ് എന്താണ്? യുധിഷ്ഠിരന്മാര് മുതലായ, യുധിഷ്ഠിരന്മാര് മുതലായ.
യുധിഷ്ഠിരന്മാര് മുതലായ എന്ന് പറഞ്ഞാൽ പാണ്ഡവർ, യുധിഷ്ഠിരൻ മുതലായവർ, യുധിഷ്ഠിരൻ എക്സെട്ര, യുധിഷ്ഠിരൻ മുതലായ 5 പേര്. പിന്നെ ആരാണ്? ഗുരവോ ഭവന്തം, ഗുരവഹ ഭവന്തം, അങ്ങയുടെ ഗുരവോ ഭവന്തം, ഭവന്തം ഗുരവഹ, ഗുരുക്കന്മാരായിട്ടിരിക്കുന്ന. ഭഗവാൻ ചക്രായുധ, ഭഗവാൻ ചക്രായുധൻ, ചക്രം ആയുധമായിട്ടുള്ളവൻ, കയ്യിൽ ചക്രം, സുദർശന ചക്രം ആയുധമായിട്ടുള്ളവൻ ആരാണോ അവനാണ് ഭഗവാൻ ചക്രായുധൻ. അത് ചേർത്ത് വായിക്കുമ്പോൾ ഭഗവാൻ ചക്രായുധ. ആസനാത് ഉദ്ധായ, ആസനാത്ത് പ്ലസ് ഉദ്ധായ, ആസനാത് ഉദ്ധായ. അപ്പൊ ഇവിടുത്തെ താ ഇവിടെ ദാവും കേട്ടോ. ആസനസ്ഥേനൈവ, ആസനസ്ഥേന പ്ലസ് ഏവ, ആസനസ്ഥേന പ്ലസ് ഏവ. അപ്പോ നായും ഏവയും ചേരുമ്പോൾ ആസനസ്ഥേനൈവ എന്നാവും, ഐവ എന്നാവും, ഏവ ഐവ എന്നാവും. പുനർഭവതോ ഭവിഷ്യതി, പുനഃ പ്ലസ് ഭവതഃ പ്ലസ് ഭവിഷ്യതി. അപ്പൊ പുനഃ പ്ലസ് ഭവതഃ വരുമ്പോ പുനർ എന്നാവും, പുനർഭവതഃ. പിന്നെ അതിന്റെ അപ്പുറത്ത് ഭവിഷ്യതി വരുമ്പോ 3 വാക്കുണ്ട് കേട്ടോ. ഭവിഷ്യതി വരുമ്പോ പുനർഭവതോ ഭവിഷ്യതി എന്നാവും. ക്ഷിപ്രം ഇദാനീം ആത്മബലാധാനം, ക്ഷിപ്രം പ്ലസ് ഇദാനീം പ്ലസ് ആത്മബലാധാനം, ക്ഷിപ്രം ഇദാനീം ആത്മബലാധാനം. പ്രേഷിതോഹം, പ്രേഷിതഃ പ്ലസ് അഹം, പ്രേഷിതോഹം. ഇവിടെ പ്രേഷിതഃ പ്ലസ് അഹം വരുമ്പോഴാണ് അവിടെ പ്രേഷിതോഹം എന്ന് വരിക. ആ അവിടെ ഇൻവിസിബിൾ ആവും, ദീർഘ പ്രേഷിതോഹം എന്നാവും. ഭവതഃ പ്ലസ് ഭവതാപി, ഭവതാ പ്ലസ് അപി, ഭവതാപി. ഇത്യവഗച്ഛ, ഇതി പ്ലസ് അവഗച്ഛയാണ്, ഇതി പ്ലസ് അവഗച്ഛയാണ്, ഇത്യവഗച്ഛ സ്വരസന്ധിയാണ് ഈ ഇതി പ്ലസ് അവഗച്ഛ. നാതിഭാര, ന പ്ലസ് അതിഭാര. യദ്യേവം, യതി പ്ലസ് ഏവം, യതി പ്ലസ് ഏവമാണ് യദ്യേവം. ശകുനിരേഷഃ, ശകുനിഹി ഏഷഃ, ഏഷഃ ശകുനിഹി, ശകുനിഹി പ്ലസ് ഏഷഃ. നാക്ഷൈരത്ര, ന പ്ലസ് അക്ഷൈഹി പ്ലസ് അത്ര, നാക്ഷൈരത്ര. എങ്ങനെയാ മുറിക്കുക? ന പ്ലസ് അക്ഷൈഹി പ്ലസ് അത്ര. ഈ ചോദ്യങ്ങളൊക്കെ പഠിക്കുക, ഇതെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നുള്ളതൊക്കെ പഠിക്കുക. എക്സാമിന് സ്പ്ലിറ്റിങ്, സന്ധി, പദച്ഛേദം ഒക്കെ ഉണ്ടാവും കേട്ടോ. ബാണൈരുഗ്രഫലൈഹി, ബാണൈഹി പ്ലസ് ഉഗ്രഫലൈഹി, ബാണൈഹി പ്ലസ് ഉഗ്ര ചേരുമ്പോൾ ബാണൈരുഗ്ര എന്നാവും, ബാണൈരുഗ്രഫലൈഹി. ദർപ്പശ്ചേത്, ദർപ്പ പ്ലസ് ചേത്, ദർപ്പശ്ചേത് എന്താണ്? ദർപ്പ പ്ലസ് ചേത്. വികൃതവപുഷോപ്യുഗ്രാചാരഃ, വികൃതവപുഷഃ പ്ലസ് അപി പ്ലസ് ഉഗ്രാചാരഃ, വികൃതവപുഷഃ വികൃത ശരീരമുള്ളവൻ, അപി ഉഗ്രാചാരഃ ഉഗ്രാചാരണുമായിട്ടുള്ളവൻ. വികൃതവപുഷഃ പ്ലസ് അപി വികൃതവപുഷോപ്യുഗ്രാചാരഃ. വോ വ്യവസായേന, വഹ പ്ലസ് വ്യവസായേന, വോ വ്യവസായേന. അഭിമന്യുനാർഹം, അഭിമന്യുഹു പ്ലസ് ന പ്ലസ് അഹം, അഭിമന്യുനാർഹം, അഭിമന്യുനാർഹം എന്ന് പറയുന്നത് അഭിമന്യു ന പ്ലസ് അഹം ആണ്, അഭിമന്യുനാഹം. അഭിമന്യുർനാഹം, അഭിമന്യുർനാഹം എന്നാണ്, അഭിമന്യുർനാഹം, അഭിമന്യു പ്ലസ് ന പ്ലസ് അഹം, അഭിമന്യുർനാഹം, ന അഹം അഭിമന്യു, ഞാൻ അഭിമന്യു അല്ല. വിജ്ഞാപ്യസ്തത്ര, വിജ്ഞാപ്യ പ്ലസ് തത്ര, വിജ്ഞാപ്യസ്തത്ര. അപ്പൊ വിജ്ഞാപ്യ കഴിഞ്ഞിട്ട് തത്ര താ വരുമ്പോ അവിടെ സ് വരും, വിജ്ഞാപ്യസ്തത്ര. ഇനി വിഗ്രഹം, ഇത് മുറിച്ചെഴുതുന്നത് എങ്ങനെയാണെന്ന് വീണ്ടും വിഗ്രഹം ചെയ്യാണ്. ചക്രായുധ എങ്ങനെയാ സ്പ്ലിറ്റ് ചെയ്യുക? ചക്രം ആയുധ യസ്യ സഹ. വിഗ്രഹവും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നതാണ്. ചക്രായുധ, ചക്രം ആയുധമായിട്ടുള്ളവൻ ആരോ അവൻ ചക്രായുധൻ. ദുരവസ്ഥ, ദുഷ്ട അവസ്ഥ, മോശം അവസ്ഥയാണ്, ദുഷ്ടന്റെ അവസ്ഥയാണ്, ദുഷ്ടമായിട്ടിരിക്കുന്ന ദുരായിട്ടിരിക്കുന്ന അവസ്ഥയാണ് ദുരവസ്ഥ. ആത്മബലാധാനം, ആത്മബലസ്യ ആധാനം. ചക്രപാണിന, ചക്രം പാണോ യസ്യ സഹ തേന. ആരാണോ പാണിയിൽ കയ്യിൽ ചക്രം വെച്ചിരിക്കുന്നത് അവനാണ് ചക്രപാണി. ചക്രപാണിന, ചക്രം പാണോ യസ്യ സഹ അവന്റെ. നൃപതി ശതവധേന, നൃപതീനാം ശതം, നൃപതി ശതം തസ്യ വധ തേന. നൃപതി ശതവധേന, നൃപതീനാം ശതം. നൃപ്പൻ എന്ന് പറഞ്ഞ ആരാണ്? നൃപ്പന്മാർ, രാജാക്കന്മാര്. അപ്പൊ രാജാക്കന്മാര് 100 രാജാക്കന്മാര്, അവരുടെ വധം, അവരുടെ കൊലപാതകം. അസ്ത്രമുക്തി,
അസ്ത്രാണാം മുക്തി ആണ് അസ്ത്രമുക്തി. സർവക്ഷത്രവധ സർവേഷാം ക്ഷത്രാണാം വധഃ. ദീർഘഹസ്ത എല്ലാ ക്ഷത്രിയന്മാരുടെയും വധം. ദീർഘഹസ്ത ദീർഘൗ ഹസ്തൗ യസ്യ സംബുദ്ധൗ ആരുടെ കൈയാണോ നീളമുള്ളത് അവന്റെ. നിശാചര നിശായാം ചരതീതി തേ ആരാണോ രാത്രി നിശയിൽ സഞ്ചരിക്കുന്നത് അതാണ് നിശായാം ചരതീതി തേ. വികൃത വപുഷ വികൃതം വപുഹു യസ്യത്തെ ആരാണോ വികൃതമായിട്ടുള്ള വപുസ് ശരീരമുള്ളവൻ. വപുഹു എന്ന് പറഞ്ഞാൽ വപുസ് ശരീരം. യസ്യത്തെ ആരുടെ ശരീരമാണോ വികൃതമായിട്ടുള്ളത് അവന്റെ അതാണ് വികൃത വപു. പിന്നെ പഠന പ്രവർത്തനങ്ങൾ കൊടുത്തിരിക്കുന്നത് നാടകാത്ത് സംബോധന പദാനി ചിത്വ ലിഖതു. നിങ്ങൾ നാടകത്തിൽ നിന്ന് സംബോധന പദങ്ങൾ സെലക്ട് ചെയ്ത് എഴുതുക. അപ്പോൾ നിങ്ങൾ അതിനകത്ത് സെലക്ഷൻ സ്കില്ല് നോക്കണം. സംബോധന പദങ്ങൾ ഗ്രീറ്റ് ചെയ്യുന്ന വേർഡ്സ് അർത്ഥജ്ഞാനം നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാക്കാനുള്ള സ്കില്ലുണ്ടോ ഇതൊക്കെയാണ് അതിനകത്ത് നോക്കുന്നത്. അപ്പോൾ അയേ നമ്മൾ ചാപ്റ്ററിൽ പഠിച്ചില്ലേ പിതാമഹ ഹേ അങ്ങനെ സംബോധന ചെയ്യുക. ഒരാളെ വിളിക്കാനുള്ള പൗത്ര പുത്ര അങ്ങനെ ഒരാളെ വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണ് സംബോധന. അപ്പൊ സംബോധന ചെയ്യുന്ന വാക്കുകൾ നിങ്ങൾ സെലക്ട് ചെയ്ത് എഴുതുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ എഴുതി വെക്കുക. ചാപ്റ്റർ വായിക്കുമ്പോൾ ഈസി ആയിട്ട് സംബോധന ചെയ്യുക. ഡ്രാമയാണ്, നാടകമാണ് അല്ലെ. അപ്പോൾ ഒരാളെ പേര് വിളിക്കുമ്പോൾ നമ്മൾ വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണ് സംബോധന. പിന്നെ നാടകഭാഗം കഥാരൂപേണ പരിവർത്തിയ ലിഖതു. നിങ്ങൾ എന്ത് ചെയ്യണം, ഈ നാടകം ഒരു കഥയാക്കിയിട്ട് നിങ്ങൾ മാറ്റി എഴുതണം. അനുബന്ധം പഠിത്വ ഭാസനാടകാനം നാമാനി ലിഖതു. ഒരു അനുബന്ധം കൊടുത്തിട്ടുണ്ട് അടുത്ത പേജിൽ. അത് വായിച്ചിട്ട് ഭാസന്റെ നാടകങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കണം. അപ്പോൾ ഭാസന്റെ നാടകങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ അനുബന്ധം വായിക്കണം. സംസ്കൃത നാടകകാരേഷു പ്രസിദ്ധ ഭവതി ഭാസഃ. സംസ്കൃത നാടക എഴുത്തുകാരിൽ ഏറ്റവും ഫേമസ് ആണ് ഭാസൻ. ഭാസോ ഹാസഃ ഇതി തഥാ പ്രഥ സുവിദിത ഏവ. ഭാസോ ഹാസഃ, ഭാസൻ എന്ന് പറയുമ്പോൾ തന്നെ കോമഡി ആയിട്ടുള്ള എഴുത്തുകാർ. അയാളെ എഴുതുന്നതിലൊക്കെ ഒരു ആക്ഷേപഹാസ്യം, ചിരിക്കാനുള്ള ഒരു വകയുണ്ടാവും എന്ന് പറയാറുണ്ട്. തസ്യ ജീവിതകാലഃ ക്രിസ്തോപൂർവം 5ാം ശതാബ്ദ ഇതി കഥ്യത്തെ. ക്രിസ്തുവിന് മുമ്പ് 5ാം നൂറ്റാണ്ടിലായിരുന്നു ഭാസൻ ജീവിച്ചിരുന്നത്, ബിഫോർ ക്രൈസ്റ്റ്. 1912 വർഷം ഗണപതി ശാസ്ത്രി കൂടിയാട്ട കലാരൂപേ സാഹിത്യരൂപേണ ഉപയുജ്യമാനാനി ത്രയോദശ നാടകാനി തിരുവനന്തപുരം പരിദൃഷ്ടവാൻ. 1912 ഗണപതി ശാസ്ത്രി എന്ന് പറയുന്ന ഒരാള് കൂടിയാട്ട കലാരൂപേ സാഹിത്യരൂപേണ ഉപയുജ്യമാനാനി. കൂടിയാട്ട കലാരൂപം, കൂടിയാട്ടം എന്ന് പറയുമ്പോൾ അറിയാലോ ഒരു കലാരൂപമാണ്. കേരളത്തിലെ സംസ്കൃത രൂപകമാണ്, നാടകം പോലത്തെ ഒരു രൂപകമാണ് കൂടിയാട്ടം. അപ്പൊ കൂടിയാട്ടത്തിന് വേണ്ടിയിട്ട് 13 നാടകങ്ങള് തിരുവനന്തപുരത്ത് വെച്ചിട്ട് ഈ ഭാസന്റേതായിട്ടുള്ള 13 നാടകങ്ങള് കണ്ടെത്തി. തേഷു ഭാസസ്യ വിശ്വപ്രസിദ്ധം സ്വപ്നവാസവദത്തം നാമ നാടകം ആസീത്. ആ 13 നാടകങ്ങളിൽ ഭാസൻ എഴുതിയതെന്ന് പറയപ്പെടുന്ന 13 നാടകങ്ങളിൽ സ്വപ്നവാസവദത്തം എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു നാടകമാണ്. ഇതരേഷ അപ്പൊ ഭാസന്റെ ഒരു നാടകമാണ് സ്വപ്നവാസവദത്തം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ദൂത ഘടോത്കജം. ഇതരേഷാം നാടകാനാം രചനാശൈലീം സംവീക്ഷ്യ താന്യപി ഭാസവിരചിതാനീതി ഗണപതി ശാസ്ത്രിണ പ്രമാണിതം. അപ്പൊ സ്വപ്നവാസവദത്തത്തിന്റെ അതേ സ്റ്റൈലിലാണ് ബാക്കി നാടകങ്ങൾ ഉള്ളത്. അപ്പൊ ഇതൊക്കെ ഭാസൻ എഴുതിയതാണെന്ന് നമ്മുടെ ഗണപതി ശാസ്ത്രി കണ്ടുപിടിച്ചു. താനി ത്രയോദശ നാടകാനി ഭാസ നാടക ചക്രമിതി നാംന പശ്ചാത് വിശ്വദാനി അഭവൻ. അങ്ങനെ ഈ ഭാസൻ എഴുതിയ 13 നാടകങ്ങൾ എന്ന പേരിൽ നമ്മുടെ ഗണപതി ശാസ്ത്രികൾ കണ്ടുപിടിച്ച ഈ 13 നാടകങ്ങൾ ഭാസ നാടക ചക്രം എന്ന പേരിൽ ഫേമസ് ആയി. ത്രയോദശ നാടകാനി താനിത്തു. അതിൽ ഏതൊക്കെയാണുള്ളത്? ഈ 13 അഭിഷേക നാടകം, പ്രതിമാ നാടകം, ബാലചരിതം, കർണഭാരം, ഊരുഭംഗം, മധ്യമവ്യായോഗ, പഞ്ചരാത്രം, 1 2 3 4 5 6, ദൂതഘടോത്കജം, ദൂതവാക്യം, സ്വപ്നവാസവദത്തം, പ്രതിജ്ഞായൗഗന്ധരായണം, അവിമാരകം, ദരിദ്രചാരുദത്തം. അപ്പൊ എത്രയാണ് വേണ്ടത്? 1 2 3 4 5 6 7 8 9 10 11 12 13. 13 നാടകങ്ങൾ. ഇതില് നമ്മൾ പഠിച്ച നാടകം ദൂതഘടോത്കജമാണ് കേട്ടോ.
അതിൽ നിന്ന് എടുത്തതാണ് ധീരോദൂത. അപ്പൊ ഈ 13 നാടകങ്ങളുടെ പേര്, ഭാസൻ എഴുതിയ 13 നാടകങ്ങളുടെ പേര് നിങ്ങൾ പഠിക്കണം, കുറച്ചെങ്കിലും പഠിക്കണം. സംസ്കൃത സാഹിത്യം വിവിധൈഹി ദൃശ്യകാവ്യൈഹി സുസമ്പന്നം ഭവതി. അത്ര കേഷാഞ്ചിത് നാടകാനാം തേഷാം കർത്തൃണാം ച നാമാനി ദീയന്തേ. അപ്പോ സംസ്കൃത നാടകങ്ങളിൽ ഏതൊക്കെയാണ് ഫേമസ് നാടകങ്ങൾ, വേറെ ആരൊക്കെ ഉണ്ട് എന്നൊക്കെ ഒരു പട്ടിക ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് എഴുതിയ ആൾക്കാരുടെ പേര്, ഇത് ബുക്കിന്റെ പേര്, നാടകങ്ങളുടെ പേര്. ആ പട്ടിക നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പട്ടിക പൂരിപ്പിക്കണം. ദൂതവാക്യം ആരുടെയാ? ദൂതവാക്യം ആരുടെയാ പറഞ്ഞേ? ദൂതവാക്യം ഭാസന്റെ ആണ്. ഭാസഹ അല്ലെ, ഭാസന്റെ ആണ്. പിന്നെയോ, പിന്നെ ഏതാ ചോദിച്ചത്? അഭിജ്ഞാന ശാകുന്തളം. ശാകുന്തളം കേട്ടിട്ടുണ്ടോ? ശകുന്തളേ നിന്നെ ഓർമ്മ വരും. അപ്പൊ ശാകുന്തള ആരുടെയാണ്? കാളിദാസന്റെ ആണ്. അഭിജ്ഞാന ശാകുന്തളം കാളിദാസന്റെ കാവ്യഭാവനയെ. അഭിജ്ഞാന ശാകുന്തളം കാളിദാസഃ. ഭവഭൂതി എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഭവഭൂതിയുടെ നാടകമാണ് അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈസി ആയിട്ട് ഇവിടെ നോക്കുക. ഭവഭൂതി, മാലതി മാധവം, മഹാവീര ചരിതം, ഉത്തര രാമചരിതം. നമുക്ക് ഉത്തര രാമചരിതം എടുക്കാം. അപ്പോൾ ഉത്തര രാമചരിതം ടെക്സ്റ്റ് നോക്കി എഴുതിക്കോളൂ കേട്ടോ. ഉത്തര രാമചരിതം. പിന്നെ ശക്തിഭദ്രന്റെ അതും അയാളുടെ പേരാണ്. അപ്പൊ അയാൾ എഴുതിയ ബുക്ക് നോക്കണം. ശക്തിഭദ്രൻ ഇവിടെ ഉണ്ട്. ശക്തിഭദ്രന്റെ ബുക്ക് ഏതാണ്? ആശ്ചര്യ ചൂടാമണി. ഞാനിവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇവിടെ എഴുതാണ്. അനുരാഗ പാൽക്കടൽ കടഞ്ഞു കിട്ടിയൊരാശ്ചര്യ ചൂടാമണി. ആശ്ചര്യ ചൂടാമണി. ബാക്കിയുള്ളത് മഹേന്ദ്ര വിക്രമവർമ്മ, അതും എഴുത്തുകാരന്റെ പേരാണ്. മഹേന്ദ്ര വിക്രമവർമ്മ ഇവിടെ കണ്ടുപിടിക്കൂ, വേഗം കണ്ടുപിടിക്കൂ, ഫാസ്റ്റ്. മഹേന്ദ്ര വിക്രമവർമ്മ ഏതാണ്? മത്തവിലാസ പ്രഹസനമാണ് മഹേന്ദ്ര വിക്രമവർമ്മയുടെ. അപ്പൊ അവിടെ എഴുതിയേ മത്തവിലാസ പ്രഹസനം. അപ്പൊ ഇങ്ങനെ ടെക്സ്റ്റ് നോക്കി എന്ത് ചെയ്യുക, ആ ബോക്സ് ഫില്ല് ചെയ്യാം. ഓക്കെ, ടെക്സ്റ്റിലുണ്ട് കേട്ടോ, മത്തവിലാസ പ്രഹസനം. അപ്പൊ അത് കഴിഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്യണം? അനുബന്ധം പഠിത്വ ഭാസൻ എഴുതിയ 13 നാടകങ്ങളുടെ പേര് നിങ്ങൾ മിനിമം കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇഷ്ടതമസ്യ കഥാപാത്രസ്യ സ്വഭാവ ചിത്രണം കരോതു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്യാരക്ടറിനെ കുറിച്ച് എഴുതണം. ക്യാരക്ടർ സ്കെച്ച്. നിങ്ങൾക്ക് ദുര്യോധനെ കുറിച്ച് എഴുതാം, ഘടോത്കജനെ കുറിച്ച് എഴുതാം, കൃഷ്ണനെ കുറിച്ച് എഴുതാം, ശകുനിയെ കുറിച്ച് എഴുതാം, ധൃതരാഷ്ട്രയെ കുറിച്ച് എഴുതാം. യഥാശക്യം പ്രശ്നാൻ നിർമ്മാതു. നിങ്ങൾക്ക് പറ്റുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ചോദ്യങ്ങൾ ഉണ്ടാക്കണം. ആര്, എന്ത്, എങ്ങനെ, ആരാണ് ഇവിടെ ദൂതൻ, ആരാണ് ദൂതഃ ഘടോത്കചഃ. അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക. അപ്പം ഇതാണ് സിമ്പിളായിട്ട്. പിന്നെ ഇതിലത്ത് അന്വയം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്ന ഒരു പേജിൽ, അത് നമ്മൾ പാഠം പഠിപ്പിക്കുമ്പോൾ പഠിപ്പിച്ച ഒരു ശ്ലോകം ഉണ്ടല്ലോ, നമ്മുടെ ഘടോത്കജം പറയുന്ന ഈ ശ്ലോകം. ഞാൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ ഈ ശ്ലോകത്തിന്റെ മീനിങ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അന്വയം. ആ ശ്ലോകം നമ്മൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാവണമെങ്കിൽ അത് അന്വയത്തിലേക്ക് മാറ്റണം. നിശാചരഃ ജതു ഗൃഹേ സുപ്താൻ ഭ്രാതൃൻ ന തുദഹന്തി. എന്താ ചെയ്യുന്നത്? ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രാക്ഷസന്മാര് സഹോദരന്മാരെ കൊല്ലില്ല. രാക്ഷസാഹ നിദ്രാം കുർവതഃ സോദരാൻ ലാക്ഷാഗൃഹേ ന ജ്വാലയന്തി. ലാക്ഷാഗൃഹം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ വേഗം തീപിടിക്കുന്ന വീട്. അപ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സഹോദരന്മാരെ ഞങ്ങൾ രാക്ഷസന്മാരെ കൊല്ലാറില്ല നിങ്ങളെപ്പോലെ. നിശാചരാഹ ഭ്രാതുഹു പത്നീം ശിരസി ന തഥാ സ്പൃശന്തി. ഞങ്ങൾ രാക്ഷസന്മാരെ
സഹോദരസ്യ ഭാര്യാം തഥാവിധം ശിരസി ന സ്പൃശന്തി. സ്വന്തം ബ്രദറിന്റെ ഭാര്യയുടെ തലയിൽ കയറി പിടിച്ചിട്ട് അവളുടെ മുടി വലിച്ചഴിച്ചു കൊണ്ടുപോകാറില്ല. പാഞ്ചാലിനെ ദുശാസനൻ മുടിയിൽ വലിച്ചഴിച്ചു കൊണ്ടുവന്നിട്ടാണ് സാരി വലിച്ചൂരിയത്, വസ്ത്രാക്ഷേപം ചെയ്തത്. അറിയാലോ. നിശാചരാഹ സംഖ്യേ വൃത്തം സുതവധം ച ന സ്മരന്തി. നിശാചരന്മാര് യുദ്ധേ സഞ്ജാതം പുത്രവധം കഥാപി ന ആഘോഷയന്തി. യുദ്ധത്തില് മക്കളെ കൊല്ലില്ല, എന്നിട്ട് അത് ആഘോഷിക്കില്ല. അർത്ഥാത് കേശാകർഷണം ന കുറുവന്തി. നേരത്തെ പറഞ്ഞതാണ്, മുടി വലിച്ചിഴക്കില്ല. വികൃതവപുഷഃ അപി ഉഗ്രചാരാഃ നിശാചരാഃ തു യദ്യപി രാക്ഷസാഃ വികൃത ശരീരിണഃ കഠിന പ്രവൃത്തി കുറുവന്തഃ. ഞങ്ങൾ രാക്ഷസന്മാരായിരിക്കും, കാണാൻ വലിയ ലുക്കൊന്നും ഉണ്ടാവില്ല. വികൃത വപുഷന്മാരായിരിക്കും, മോശം വികൃതമായിട്ടിരിക്കുന്ന ശരീരമുള്ളവരായിരിക്കും. പക്ഷെ ഞങ്ങള് എന്താ പറയാ, ഞങ്ങളുടെ പ്രവൃത്തിയും ഉഗ്രമായിരിക്കും, കഠിനമായിരിക്കും. ഞങ്ങൾ റഫ് ആൻഡ് ടഫ് ആയിരിക്കും. പക്ഷെ ഞങ്ങള് ദയാം ന പരിത്യക്ത ഭവന്തി. ദയ, സിംപതി, എമ്പതി, സ്നേഹം, ദയൊക്കെ വിട്ടിട്ട് ഞങ്ങൾ ഇരിക്കൂല. അതാണ് അതിനെ പറയുന്നത്. വർജിതാഹ എന്ന് പറഞ്ഞാല് ദയ വർജിക്കുക. കൗരവാഹ ലാക്ഷാഗൃഹേ സുപ്താൻ പാണ്ഡവാൻ മാരയിതും ലാക്ഷാഗൃഹസ്യ ദഹനം അകുർവൻ. കൗരവന്മാര് പാണ്ഡവന്മാരെ കൊല്ലാൻ വേണ്ടിയിട്ട് ഈ തീ പിടിക്കുന്ന വീട്ടിന് തീ വെച്ചു. കൗരവാഹ പാണ്ഡവാനാം പത്നിയും ദ്രൗപദിയും കേശഭാരേഷു ഗൃഹീത്വ ബലാദാക്ഷിപ്യ സഭാമാനീയ വസ്ത്രാക്ഷേപം കൃതവന്തഃ. കൗരവന്മാരുടെ പാഞ്ചാലിയുടെ, ദ്രൗപദിയുടെ, ദ്രുപദന്റെ മകളായ ദ്രൗപദിയുടെ, പാഞ്ചാല ദേശത്തെ പാഞ്ചാലിയുടെ ഈ 5 പാണ്ഡവരുടെയും ഭാര്യയായ ദ്രൗപദിയുടെ മുടിയിൽ ദുശാസനൻ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നിട്ട് ഈ കൗരവന്മാർ എന്ത് ചെയ്തു? സഭയിൽ വെച്ച് അവളുടെ ഡ്രസ്സ്, സാരി വസ്ത്രാക്ഷേപം ചെയ്തു, സാരി വലിച്ചൂരി. കൗരവാഹ കുരുക്ഷേത്ര യുദ്ധഭൂമൗ പുത്രതുല്യം അഭിമന്യും നിഷ്കരണം മാറിത്വ തദ് വൃത്താന്തം വാരം വാരം ഉക്ത്വ ആഘോഷയന്തി സ്മ. കൗരവന്മാർ എന്ത് ചെയ്തു? സ്വന്തം മകനെ പോലെയുള്ള സ്വന്തം മകനായ അഭിമന്യുവിനെ, അർജുനന്റെ മകനായ അഭിമന്യുവിനെ യുദ്ധത്തിൽ വെച്ച് കൊന്നിട്ട് ആ കൊന്ന വാർത്ത പിന്നെയും പിന്നെയും പറഞ്ഞ് ആഘോഷിച്ചുകൊണ്ടേയിരുന്നു. അവര് ആ മരണം, കൊലപാതകം സെലിബ്രേറ്റ് ചെയ്തു. കിന്തു പക്ഷേ ഏതാദൃശീഹി നീച പ്രവൃത്തിഹി കഥാപി രാക്ഷസകുലോത്പന്നാഹ ന കുർവന്തി. ഈ നീച പ്രവൃത്തി, ഈ താണ പണിയൊന്നും ഞങ്ങൾ രാക്ഷസന്മാര് ചെയ്യൂല. അതഹ അതുകൊണ്ട് ക്രൂര പ്രവൃത്തിഷു കൗരവാഹ രാക്ഷസാനപി അതിക്രാമന്തി ഇത്യർത്ഥ. അതുകൊണ്ട് ക്രൂരത, രാക്ഷസന്മാരെക്കാളും ക്രൂരമായ താണ പണി ചെയ്യുന്നത് നിങ്ങളെ കൗരവന്മാരാണ്. ഞങ്ങൾ രാക്ഷസന്മാരെക്കാളും താണ പണി ആരാ ചെയ്യുന്നത്? നിങ്ങൾ കൗരവന്മാരാണ് ദുര്യോധന എന്ന് ഘടോത്കജൻ പറയാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ മക്കളെ? അപ്പോ സിമ്പിൾ ആയിട്ടുള്ള ഒരു നാടകമാണ്. പിന്നെ ധാതു രൂപങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അതൊക്കെ വായിച്ച് പഠിക്കുക. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. ഇതിൽ ഭാസനെ കുറിച്ചും ഭാസന്റെ നാടകത്തെ കുറിച്ചൊക്കെ പഠിക്കുക. നമ്മുടെ ഈ അന്വയം അതും പഠിക്കുക. അപ്പൊ വളരെ എളുപ്പമുള്ള ഒരു ധീരോദൂത എന്ന നമ്മുടെ 5ാമത്തെ പാഠം ഒരു ഏകാങ്കമാണ്, ഒരു നാടകമാണ്. ഭാസൻ എഴുതിയ ധീരോദൂത, ഭാസൻ എഴുതിയ ദൂത ഘടോത്കജൻ. ഘടോത്കജൻ ആരാണ്? ഭീമന്റെയും ഹിഡിംബയുടെയും മകനാണ്. പഞ്ചപാണ്ഡവനായ ഭീമന് കാട്ടുജാതിക്കാരിയായ രാക്ഷസിയായ ഹിഡിംബയിലുണ്ടായ മകനാണ് ഘടോത്കജൻ. അവര് പാണ്ഡവരുടെ പക്ഷത്താണ്. അയാള് കൃഷ്ണന്റെ മെസ്സേജുമായിട്ട് ഓപ്പോസിറ്റ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന കൗരവരുടെ കൊട്ടാരത്തിലേക്ക് വരികയാണ്. അതാണ് നമ്മുടെ സ്റ്റോറി. അർജുനന്റെ മകനായ അഭിമന്യുവിനെ കൗരവന്മാര് ചതിച്ചു കൊന്നു. അപ്പൊ അതിനുശേഷമുള്ള സിറ്റുവേഷൻ ആണ് നമ്മുടെ ഡ്രാമ. അർജുനന്റെ ഭാര്യയുടെ പേരാണ് സുഭദ്ര. സുഭദ്രയുടെയും അർജുനന്റെയും മകനാണ് അഭിമന്യു. സുഭദ്ര ശ്രീകൃഷ്ണന്റെ സിസ്റ്ററാണ്. അപ്പൊ ആക്ച്വലി മരിച്ച അഭിമന്യു ശ്രീകൃഷ്ണന്റെ സഹോദരിയുടെ മകനാണ്. അഭിമന്യുയുടെ സ്വന്തം അമ്മാവനാണ് ശ്രീകൃഷ്ണൻ. അപ്പൊ അഭിമന്യുയുടെ ശ്രീകൃഷ്ണന്റെ സിസ്റ്ററായ സുഭദ്രയിൽ അർജുനനുണ്ടായ മകനാണ് അഭിമന്യു. അഭിമന്യുവിന്റെ അമ്മ സുഭദ്ര, അഭിമന്യുവിന്റെ അച്ഛൻ അർജുനൻ. അഭിമന്യുവിന്റെ അച്ഛന്റെ അച്ഛൻ പാണ്ഡു, പാണ്ഡുവിന്റെ ഏട്ടൻ ധൃതരാഷ്ട്രന്റെ മകൻ ദുര്യോധനൻ. ഓക്കെ, ദുര്യോധനന്റെ ബ്രദറാണ്, കസിനാണ് അർജുനൻ. അപ്പൊ അർജുനന്റെ മകനെ കൊന്നു എന്ന് പറഞ്ഞാൽ ദുര്യോധനൻ സ്വന്തം മകനെ കൊന്നതുപോലെയാണ്. കൗരവർ ചതിച്ചു കൊന്നതാണ്. ആ ചതിയിൽ നിന്നാണ് ഈ യുദ്ധം കുറച്ചുകൂടി സ്ട്രോങ് ആയി മുമ്പോട്ട് പോകാൻ കാരണമായിരിക്കുന്ന ചതി. ഓക്കെ, അപ്പോൾ നമ്മളുടെ
ധീരോദൂതഃ എന്ന പാഠം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മക്കളെ. ശ്രദ്ധിച്ച് ആസ്വദിച്ച് വായിച്ചാൽ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പൊ വീണ്ടും അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ ബൈ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഡോക്ടർ പ്രസാദ്. ടാറ്റ, സി യു, ബൈ.